ഈ ഒരു ജോയിൻ ചെയ്ത ആളുകളിൽ ഈ ബുക്കുള്ള ആളുകളുണ്ടോ? ആരെങ്കിലും ഉണ്ട് ജോയിൻ ചെയ്തവർ? നിങ്ങളുണ്ട്. വേറെ അടുത്ത് ഈ സാധനമില്ല. ഞാൻ പറയുന്നു, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങണം. 75 രൂപയല്ലേ ജോസ് സാർ? 75 രൂപ കൊടുത്ത് ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് മാസം 75 ലക്ഷം ഉണ്ടാക്കാൻ ഇത് മതി. RCM ഒരു മാസം ഏകദേശം 4 കൊല്ലം മുമ്പ് RCM ഒരു മാസത്തെ വരുമാനം 1 കോടി വാങ്ങുന്ന ആളെ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. 4 കൊല്ലം മുമ്പാണേ. ഇന്നിപ്പോൾ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? ആ 4 കൊല്ലം മുമ്പേ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 രൂപയുടെ അടുത്തുള്ളൂ. അതാണ് ഇന്നിപ്പോൾ 1,17,000 എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെവിടെ എത്തിയിട്ടുണ്ടാവും? ഒരാളൊന്നല്ല, ഒരു വ്യക്തി മാത്രമൊന്നുമല്ല. അതാണ് RCM. അതും ടാക്സ് കറക്റ്റ് എല്ലാ മാസവും ടാക്സ് പിടിച്ചിട്ട് 42,000 രൂപ ടാക്സ് കൊടുത്ത കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാക്സ് കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ. റിട്ടയേർഡ് പേഴ്സൺ. ഒരു റിട്ടയേർഡ് ആയിട്ടുള്ള ഞാൻ 43,000 രൂപ ഇൻകം ടാക്സ് കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. RCM പൈസ ഉണ്ട്. RCM പൈസ എൻ്റെ പൈസ ഒന്നുമല്ല. പിന്നെ ഇതിൽ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. ഇപ്പം എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ടൊരു സാധനം 100 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ അതിന് കമ്പനിക്ക് ഏകദേശം 40 രൂപ മതി. 40 രൂപ ഉണ്ട് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഉൽപ്പാദന ചെലവ്, അതിൻ്റെ ടാക്സ്, അതുപോലെ അതിന് പ്രോഫിറ്റ് അടക്കം ഒരു ഏകദേശം 40 രൂപ മതി. 60 രൂപ എവിടേക്കാണ് പോണത്? ആർക്കാ പറയാൻ പറ്റുക? ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ചോദിക്കുന്നത് ഉറക്കം വന്നുകൊണ്ടേരട്ടെ, കാരണം നമ്മൾ ഈ അവസ്ഥയിലൊന്ന് ഉറങ്ങിപ്പോകും അല്ലേ? നല്ലൊരു കയ്യടി കൊടുത്തല്ലോ ജോലി സാറേ. യെസ്. എവിടേക്ക് ഈ 60 രൂപ പോണേ മാഡം പറയാൻ പറ്റുമോ? സാറ് ഇതിൻ്റെ ഓണറല്ലേ, സാറ് മിണ്ടരുത്. ഓക്കെ, എവിടേക്കാ പോണേ? 60 രൂപ എവിടെ പോകുന്നു? ഒരു പ്രോഡക്റ്റ് മാഡം ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. മാഡത്തിൻ്റെ സ്വദേശം എവിടെയാ? സ്ഥലം എവിടെയാ? അല്ലേ, മാങ്കാവ് അങ്ങാടി പോയിട്ട് അല്ലെ കാളൂരോട് പോയിട്ട് നിങ്ങൾ ഷോപ്പിൽ നിന്ന് സാധനം 100 രൂപ എടുത്ത് വാങ്ങിച്ചു. അതിൽ 40 രൂപയെ കമ്പനിക്ക് ആവശ്യമുള്ളൂ. കമ്പനിക്ക് 40 രൂപയുണ്ട്, അവരുടെ ലാഭം കിട്ടിയിട്ടുണ്ട്, ടാക്സ് കൊടുക്കേണ്ട അത് കൊടുത്തു കഴിഞ്ഞു, അല്ലോ ആയി. എവിടെ 60 രൂപ പോയത്? ഇടനിലക്കാർ കൊണ്ടുപോയി. ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും രണ്ടൊന്നല്ല. നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഒരു കമ്പനി ആണെങ്കിൽ ഇത് കസ്റ്റമർ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഈ ഒരു കടയിൽ ഒരു കസ്റ്റമറാണ്. ഇദ്ദേഹം പോകുന്ന ഒരു റീറ്റെയിൽ ഷോപ്പിൽ 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന് സാധനം കിട്ടുന്നത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് അല്ല. ഏത് കടയിലും പോയി ചോദിച്ചാൽ അവർ ഡയറക്റ്റ് അല്ല നമുക്ക് തരുന്നത്. അവർക്ക് ഹോൾസെയിലേഴ്സ് ഉണ്ട്, അതിൻ്റെ മേലെ വേറെ ആളുകളുണ്ട്. അങ്ങനെ ജില്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, താലൂക്കിൽ ഇങ്ങനെ പോയിട്ട് സ്റ്റേറ്റ്, അതിലെ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ഉള്ള ആളുകൾ CNF ലാസ്റ്റിലിങ്ങനെ കമ്പനിയാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനിടയ്ക്കുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിതരണക്കാരാണ്. ഈ വിതരണക്കാരും ഒപ്പം നമ്മളെ ഓരോ സെക്കൻഡും TV കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്യം, കോൾഗേറ്റിൻ്റെ പരസ്യം. നിങ്ങൾ എപ്പോഴും റിമോട്ട് എടുത്ത് TV തുറന്നോളൂ, ആ സ്പോട്ടിൽ കോൾഗേറ്റ് പരസ്യം കാണാം. അടുത്ത ചാനൽ വെച്ച് നോക്കൂ, അതിൽ കോൾഗേറ്റിൻ്റെ പരസ്യം കാണാം. ഈ പരസ്യത്തിനൊക്കെ സെക്കൻഡ് വെച്ചിട്ട് എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. എത്ര കോടികൾ ഈ കോൾഗേറ്റിന് വേണ്ടി മാത്രമായിട്ട് പരസ്യം ചെയ്യുന്നുണ്ടാവും. ആരാ കൊടുക്കുന്ന പൈസ? നമ്മളെ 60 രൂപ. ഞാൻ ഏവറേജാണ് പറയുന്നത്, അതിലൊക്കെ ചെറിയ വ്യത്യാസം കൊണ്ടും വരും. ഈ 60 രൂപ ഇവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊടുക്കുന്നു. ഗവൺമെൻറ് സർവീസ് ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, കൂലിപ്പണിക്ക് പോകുന്നവരായിക്കോട്ടെ, ഇവരൊക്കെ അവരെ തീറ്റിപ്പോറ്റുകയാണ്. ഇവിടെ RCMലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതൊരു കമ്പനിയാണ്, ഇത് കസ്റ്റമറാണ്, ഡയറക്റ്റാണ് വരുന്നത്. ഇതിനിടയ്ക്ക് ആരുമില്ല. ഇവിടെ 40 രൂപയുടെ സാധനം നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ ഇവിടെ 40 രൂപയുടെ സാധനം ഒരു 60 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഇവർക്ക് എന്താ, നിങ്ങൾ 40 രൂപയ്ക്ക് തന്നെ വാങ്ങിച്ച് കൊടുത്താൽ പോരെ? RCMലല്ലേ. 20 രൂപ എന്താവും, എവിടെ പോവും? ആർക്ക് തരും? നമ്മളാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ. മമ്മൂട്ടിയും മോഹൻലാലും ഐശ്വര്യ റായിയും തുടങ്ങിയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറും അടക്കമുള്ള ആളുകളെ പോലെ RCMൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാണ് നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്കാണ് ആ പണം കമ്പനി തിരിച്ചു തരുന്നത്. ഇപ്പം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. എന്താ അറിയത്? ബോണസ് വാങ്ങുന്ന ആളുകളുണ്ട്. ഇതിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും, ജോലി ചെയ്ത ആളുകൾ ബോണസ്. മാവൂർ ഗോൾഡ് റൺസ് കേട്ടിട്ടുണ്ടായിരുന്നോ?
മാവൂർ ഗോൾഡ് ഡയമണ്ട്സ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോണസ് കൊടുത്തൊരു കമ്പനിയായിരുന്നു. അവരുടെ ലാഭവിഹിതത്തിനാണ് ആ ബോണസ് കൊടുത്തത്. ഇവിടെ RCMൽ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്? ബോണസ് കൊടുക്കുന്നുണ്ട്. കമ്മീഷന് പുറമെ, ഞാൻ പറഞ്ഞ ഇവിടെ കൊടുക്കുന്ന കമ്മീഷന് പുറമെ ബോണസും കൂടെ കൊടുക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടേൺ ഓവറിൻ്റെ, ലാഭത്തിൻ്റെ അല്ല, അതായത് നമ്മുടെ ഓരോ മാസം നടക്കുന്ന കമ്പനിയുടെ ടേൺ ഓവറിന് ബോണസ് കൊടുക്കുന്നു. അതിനൊരു പോയിന്റ് സ്ലാബൊക്കെ ഉണ്ട്, അത് പ്രകാരമാണ് കൊടുക്കുന്നത്. ഈ ബോണസ് ഒരുമിച്ച് 12 മാസം കൂടുമ്പം വീണ്ടും കൊടുക്കും. എങ്ങനെ കേട്ടു? ആ ഒരു സംവിധാനം എവിടെയും കേട്ടിട്ടുണ്ടോ? ബോണസ് കൊടുക്കുന്ന ഒരു പക്ഷേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതും മാസം മാസം ബോണസ്. ഗോൾഡ് ഡയമണ്ട്സ് കൊടുത്തത് കൊല്ലത്തിൽ ഒരിക്കലായിരുന്നു. കേരള ഗവൺമെൻറ് സർവീസ് ബോണസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ബോണസ് വാങ്ങിച്ച ആളാണ്. ചില്ലറ പൈസ ഉണ്ടാവുള്ളൂ, നിലക്കടല വാങ്ങാൻ തികയില്ല ആ പൈസ. അതിനു പകരം ഇവിടെ കൊടുക്കുന്നു ഓരോ മാസം ബോണസ്. 15,700 രൂപയാണ് എനിക്ക് ഇമ്മാസം വന്ന ബോണസ്. ബോണസ് മാത്രമാണ് പറയുന്നത്, കമ്മീഷനല്ല. കമ്പനി അതും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓരോ മാസം ബോണസ്. ഈ 15,700 രൂപ അടുത്ത മാസം വീണ്ടും കൊടുക്കും. അത് 12 മാസം ആകുമ്പോൾ 12 ഇൻറ്റു ഏവറേജ് നിങ്ങളൊരു 16,000 വെച്ചു അല്ലെ 17,000 വെച്ച് കൂട്ടി വെക്കും. ഈ പൈസ ബോണസായിട്ട് നമുക്ക് തിരിച്ചു തരാം. കമ്പനിയുടെ ടേൺ ഓവർ നമ്മൾ വാങ്ങിക്കുന്നത് മാത്രമല്ല, ആരൊക്കെയോ വാങ്ങുന്ന സാധനത്തിൻ്റെതും കൂടി കൂട്ടിയിട്ടാണല്ലോ കമ്പനിയുടെ ഗ്രോത്ത് വരുന്നത്. അതുവരെ അത് ആര് വാങ്ങിച്ചാലും അതും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ബോണസ് തരുന്നത്. അങ്ങനെ ഒരു സംവിധാനം. അപ്പോൾ പരസ്യങ്ങളില്ല, ഇടനിലക്കാരില്ല, നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനുള്ള വലിയൊരു സംവിധാനം. മമ്മൂട്ടിയുടെ ഒരു പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ദുലേഖ എന്നുള്ള സോപ്പ് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഇപ്പം മമ്മൂട്ടിനെ അതിൽ കാണുന്നുണ്ടോ? ഇന്ദുലേഖൻ്റെ പരസ്യം തന്നെ ഉണ്ടോ എന്ന് അറിയില്ല. മമ്മൂട്ടി എങ്ങനെയാണ് ആ പരസ്യത്തിൽ നിന്ന് പിന്മാറിയെന്നറിയാം എനിക്ക്. ഇന്ദുലേഖ സോപ്പ് മമ്മൂട്ടിയായിട്ടൊരു കരാറുണ്ടാക്കി പരസ്യം ചെയ്യാൻ. മമ്മൂട്ടി അത് പിടിച്ചു പറയും, ഇതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞിട്ടങ്ങ് തുടങ്ങി. ഇത് കണ്ട് വയനാട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം കുളിച്ചൊരു ആദിവാസി, ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്നൊരു ആദിവാസി എനിക്കും മമ്മൂട്ടിയാവണമെന്ന് പറഞ്ഞിട്ട് ഇന്ദുലേഖ സോപ്പ് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് ബോക്സ് കണക്കിൽ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് കുളിക്കാൻ തുടങ്ങി. അയാൾ ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കാറുള്ളൂ. അവിടുത്തെ കാലാവസ്ഥ ആ സമയത്ത് അങ്ങനെയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം 5-6 പ്രാവശ്യം അയാൾ ഇന്ദുലേഖ സോപ്പ് തേച്ച് കുളിച്ചു. ഓരോ മാസം ഇങ്ങനെ നോക്കുമ്പോൾ, കണ്ണാടിയിൽ വിശദമായിട്ട് നോക്കുമ്പോൾ ഒന്നും കൂടി അയാൾ പ്രായം കൂടുന്നു, തൊലിയൊക്കെ ഒന്നുകൂടി ചുളിയുന്നു. ഭാര്യയ്ക്ക് തോന്നി ഇയാൾക്ക് എന്തോ വട്ട് തുടങ്ങിയെന്ന്. 6 മാസം ഇയാൾ ഉപയോഗിച്ചിട്ടും ഒരു മാറ്റില്ല എന്ന് മാത്രമല്ല, ഇത്രയും സോപ്പിൻ്റെ പെട്ടി അയാൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു. അവസാനം വളരെ സങ്കടത്തോടെ എല്ലാവരും പറഞ്ഞു, ഞാനിങ്ങനെ വലിയൊരു അബദ്ധം ചെയ്തു പോയി, മമ്മൂട്ടീൻ്റെ മാതിരി ആവുമെന്ന് വിചാരിച്ചിട്ട് മമ്മൂട്ടി പരസ്യം ചെയ്തത് കേട്ടിട്ട് ഇന്ദുലേഖ സോപ്പ് വാങ്ങിച്ച് ഞാനിത് ചെയ്തു. ഒരു പണിയില്ലാണ്ട് ഇരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് അപ്പുറത്തുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു കേസ് കിട്ടുള്ളൂ തൊട്ട വീട്ടിൽ. ഇയാളെടുത്ത് വിവരം കിട്ടി. ഇയാൾ കയറി വന്ന് പറഞ്ഞു, നമുക്ക് വക്കീൽ നോട്ടീസ് അയക്കാം. മമ്മൂട്ടിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു, ഇന്ദുലേഖ MDക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. മമ്മൂട്ടി പറഞ്ഞു, ഔട്ട് ഓഫ് കോർട്ട് പോവാതെ കേസ് സെറ്റിൽ ചെയ്യാം. 35,000 രൂപ നഷ്ടപരിഹാരം ആദിവാസിക്ക് കൊടുത്തു കേസ് പിൻവലിക്കാൻ. മമ്മൂട്ടി അതിന് ശേഷം ഇന്ദുലേഖയുടെ പരസ്യം ചെയ്തിട്ടില്ല. മമ്മൂട്ടി ആ സോപ്പ് ജീവിതത്തിൽ തേച്ചിട്ടില്ല. ഐശ്വര്യ റായ് ലക്സ് സോപ്പ് തേച്ചെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ? ഐശ്വര്യ റായ് തേക്കുന്നത് ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡ് UK ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. 100 ml 4,000 രൂപ. ഞാൻ എടുത്തു പറയാൻ കാരണം ഞാൻ ഒരു ആർട്ടിക്കിൾ അത് വായിച്ചിട്ടുണ്ട്. അവരെന്താ പറയുന്നത്, ലക്സ് ആണ് എൻ്റെ ചർമ്മ രഹസ്യം അല്ലേ? ഇതിൽ ആര് വീഴുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റിൽ വീഴുന്നത് കേരളത്തിലെ മലയാളികളാണ്. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല, മാധ്യമം പേപ്പർ ഒരു സർവേ നടത്തിയിട്ട്, ഓൾ ഇന്ത്യ ലെവലിൽ സർവേ നടത്തിയിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമാണത്. ഈ കുട്ടികൾ വരെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അഡിക്റ്റ് ആയി പോകുന്നു അല്ലേ? കുട്ടികളിൽ പല നൂഡിൽസ്, ഹിപ്പി നൂഡിൽസ്, എന്തൊക്കെ വേറെ നെപ്പി എന്തൊക്കെ നൂഡിൽസുകളുണ്ട്, മാഗി നൂഡിൽസ്. ഇതൊക്കെ കണ്ട് കുട്ടികൾ പറയൂ എനിക്ക് അത് വേണം ഇത് വേണം, ചാട്ടി പിടിക്കും. അവർ പോയിട്ട് മാതാപിതാക്കൾ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരും. നമുക്കറിയാം ആ നൂഡിൽസ് ഇല്ലേ, ഒരു കാലത്ത് ബാൻ ചെയ്തു. നിങ്ങൾ ഇന്ന് ആ നൂഡിൽസ് വാങ്ങിച്ചാൽ, ഏതെങ്കിലും നൂഡിൽസ് മാർക്കറ്റിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ ലാബിൽ കൊണ്ട് ചെക്ക് ചെയ്യുക. 2,000 രൂപയാണ് ചെക്ക് ചെയ്യാൻ. ഞാൻ പലപ്പോഴും സർക്കാരിന് വേണ്ടി ചെക്ക് ചെയ്യിച്ചൊരു വ്യക്തിയാണ്. ഇത് മാത്രമല്ല പല പ്രോഡക്റ്റും. നിങ്ങൾക്കറിയോ, അത് ശരീരത്തിനുള്ളിലേക്ക് കയറ്റാൻ പാടില്ല. അതാണ് ഇപ്പോഴും അവസ്ഥ. പക്ഷെ എന്തുകൊണ്ടത് മുന്നോട്ട് പോകണു? ഗവൺമെൻറ് സംബന്ധിച്ചുള്ള അവർക്ക് ടാക്സ് കിട്ടിയാൽ മതി, പരാതികൾ വരുമ്പോൾ അവർ നടപടിയെടുക്കും. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ നമ്മൾക്ക് എന്താ പറയുക, ആർക്ക് വേണേൽ കഴിക്കാവുന്നേ. ആഴ്ചയിൽ 3 ദിവസം എൻ്റെ വീട്ടിൽ രാത്രി ഭക്ഷണം നൂഡിൽസാണ്. ഏത് നൂഡിൽസ്? RCMൻ്റെ നൂഡിൽസ്. ഒന്ന് കഴിച്ചു നോക്കണം. ഒരു പാക്കറ്റ്
എനിക്കും ഒരു പാക്കറ്റ് എൻ്റെ ഭാര്യയ്ക്കും 2 പാക്കറ്റ് ഉണ്ടാവും. അതിൽ മസാല 2 ഉണ്ടാവും, ഒരു മസാല ഉപയോഗിക്കുള്ളൂ, അത് മതി. അതാണ് ഭക്ഷണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാം അത് ഞാൻ ആ പ്രോഡക്റ്റിൽ ചെറിയൊരു ഇതിൽ വന്നു എന്ന് മാത്രം. അപ്പോൾ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, നമുക്ക് ഇടനിലക്കാരോ പരസ്യക്കാരില്ല, വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നു. ഒന്ന് ക്വാളിറ്റി സാധനങ്ങൾ. RCM വേൾഡ്, നിങ്ങൾക്കൊക്കെ വീട്ടിലെത്തിയിട്ട് യൂട്യൂബിൽ RCM വേൾഡ് അടിച്ചു നോക്കിയാൽ മതി. 550 ഏക്കർ, 1 ഏക്കർ ഏകദേശം മനസ്സിൽ കാണുക. 550 ഏക്കറാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഇരിക്കുന്നത്. രാജസ്ഥാൻ ബിൽവാരയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഇരിക്കുന്നത്. TCG മീൻസ് സെക്കൻഡ് ഗാന്ധി എന്നാണ് ഇദ്ദേഹം രാജസ്ഥാനിൽ അറിയപ്പെടുന്നത്, വടക്കേ ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. 977 ശേഷം ജനിച്ച ആരെങ്കിലും ഇതിലുണ്ടോ? 977 ശേഷം ജനിച്ച ഇല്ല, നിങ്ങളുണ്ടാവും. 77 ശേഷം, 1977 ശേഷം ജനിച്ചവര്, ഒരാള്, 2 ആള്, 3 ആള്. നിങ്ങളാ 977 പ്രിയ മേഡം, സൈദ മേഡം ആണോ? പോയി, സംഗതി പോയി. അതായത് ഞാനിത് പറയാൻ കാരണം, ഇത് കേട്ടോളൂ. 977 ശേഷം ജനിച്ചവർ ആരുണ്ടോ ചോദിച്ച കാരണം എന്താ അറിയോ? 977 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ RCMന്റെ കമ്പനി, സജിത മാഡം ജനിക്കുന്നതിന് മുമ്പേ RCM കമ്പനി ഇന്ത്യയിലുണ്ട്. ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതായിരുന്നു മദർ കമ്പനി. ഇന്നും അതുണ്ട്. ബോംബെ ഡൈയിങ് തുടങ്ങിയിട്ടുള്ള വലിയ ഇതിന് ടെക്സ്റ്റൈൽസിന് വേണ്ടി അവരെ ഇത് അടിച്ചു കൊടുക്കുകയാണ്. ഉണ്ടാക്കുന്നവരാണ്, ആർക്ക് വേണേൽ അവർ അടിച്ചു കൊടുക്കും. ആ ലെവലിൽ ഇറ്റലിയിലേക്ക് വരെ ഇപ്പോൾ അവർ ഒരു കരാറായി കഴിഞ്ഞു. ഇറ്റലി നേരത്തെ വിദേശ രാജ്യങ്ങൾക്ക്, പല രാജ്യങ്ങളിലേക്കും ഉണ്ട്. ഇവിടെ തുണി ഉൽപ്പാദിച്ചിട്ട് വിദേശ രാജ്യങ്ങൾക്ക് അവർ പറയുന്ന പേരിൽ ബ്രാൻഡായിട്ട് കയറ്റി വിട്ടുകൊടുക്കുക. ഇതാണ് അവരുടെ ജോലി. അവരാണ് 2000 RCM സ്റ്റാർട്ട് ചെയ്തത്. ഒരു പ്രോഡക്റ്റ്, ഒരു സ്യൂട്ടിൽ കൂടിയാണ് RCM സ്റ്റാർട്ട് ചെയ്യുന്നത് 2000 ഓഗസ്റ്റിൽ. ഇന്ന് ഞാൻ പറഞ്ഞു 5000-ൽ പരം പ്രോഡക്റ്റ് ആയി കഴിഞ്ഞു 24 കൊല്ലമായപ്പം. എന്തെല്ലാം പ്രോഡക്റ്റുകൾ? ചുമരിനടിക്കുന്ന പെയിന്റ് വരെ. നിങ്ങളുടെ വീട്ടിലേക്ക്, എക്സാമ്പിൾ ഒരാളെ വീട്ടിലേക്ക്, ഇപ്പം മാഡത്തിൻ്റെ വീട്ടിൽ പെയിന്റ് അടിക്കണം, ഒരു 15,000 രൂപേൻ്റെ പെയിന്റ് വേണം ഇരിക്കുക. പുറത്തുള്ള പെയിന്റിങ്, ഏഷ്യൻ പെയിൻസോ ബർജറോ നിപ്പണോ എന്തോ ആയിക്കോട്ടെ, 15,000 രൂപയുടെ പെയിന്റ് അത് വേണമെങ്കിൽ RCM പെയിന്റ് 10,000 രൂപയ്ക്ക്. കാരണം ഏരിയ കൂടുതൽ കവർ ചെയ്യും. 2, അതിൽ എന്തില്ല, EM എന്ന് പറഞ്ഞ സാധനമില്ല, മെർക്കുറി ഇല്ല. ഇത് രണ്ടുമില്ലാതെ ഒരു ദോഷമില്ലാത്ത പെയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പെയിന്റ് അടിക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാം, സ്മെല്ലില്ല. പെയിന്റ് അടിക്കുന്ന ആൾക്കും സുഖം, ആരോഗ്യ പ്രശ്നങ്ങളില്ല. നിങ്ങൾ നോക്കിയിട്ടോ, തുടർച്ചയായിട്ട് പെയിന്റേഴ്സിനൊക്കെ കുറെ കഴിയുമ്പോൾ ആസ്മ തുടങ്ങിയിട്ടുള്ള അലർജി തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഭൂരിപക്ഷ ആളുകൾക്കും. എന്തുകൊണ്ട്? കാരണം ആ പെയിന്റിലുള്ള മാരകമായ കെമിക്കൽസ്. ഞാൻ എൻ്റെ വീട്ടിൽ സീലിങ്ങിന് വേണ്ടി മാത്രം അടിച്ചു. കാരണം പെയിന്റ് അടിച്ചിട്ട് കുറച്ചായിട്ടില്ലായിരുന്നു, വെറുതെ ആ പെയിന്റ് വന്ന സമയത്ത് വെറുതെ അടിച്ചു നോക്കിയതാണ്. അന്ന് എസ്റ്റിമേറ്റ് എടുത്ത് അടിച്ചു നോക്കുമ്പോൾ ആ പെയിന്റ് ഇന്നും പകുതി ബാക്കിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. പെയിന്റർ പറഞ്ഞു, ഇതിന് തുളസി പെയിന്റിന് എസ്റ്റിമേറ്റ് ഇടാൻ എനിക്ക് പറ്റില്ല, കാരണം എൻ്റെ എസ്റ്റിമേറ്റ് മുഴുവൻ തെറ്റിപ്പോയി, പകുതി പോലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ര ഏരിയ കവർ ചെയ്യും. പുട്ടി എന്ന് പറയുന്ന സാധനം അടിച്ചാൽ തന്നെ നമുക്ക് തൊട്ട് നോക്കിയാൽ പിന്നെ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ചിലർ പറയുന്നത്. അത്രത്തോളം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പെയിന്റ് വരെ എത്തി. പെയിന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി ഇന്ന് ലോകത്ത് തന്നെ എവിടെയില്ല, RCMലല്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്. നമുക്ക് ആരോഗ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ശരിക്കും പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 100% ഞാൻ ഹെൽത്തിയാണെന്ന് പറയാവുന്ന 1000 പേരെ വിളിച്ചു ചോദിച്ചാലും ഒരാൾക്ക് പോലും ഇതിൽ പറയാൻ പറ്റാത്തൊരു കാലമാണ് നമുക്ക്. പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഞാൻ 100% ഹെൽത്തിയാണ്, എനിക്കൊരു പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ? പറ്റില്ല. കാരണം ഈ അസുഖങ്ങളിൽ ഭൂരിപക്ഷം വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണമാണ്. ഫുഡ് ഈസ് ദ മെഡിസിൻ എന്ന് പറഞ്ഞത് മോഡേൺ മെഡിസിൻ കണ്ടുപിടിച്ച ഹിപ്പോക്രാറ്റാണ്. അലോപ്പതി ഇംഗ്ലീഷ് മെഡിസിൻ കണ്ടുപിടിച്ച ഹിപ്പോക്രാറ്റ് പറയുന്നു ഫുഡ് ഈസ് ദ മെഡിസിൻ, ഭക്ഷണമാണ്, ആഹാരമാണ് ഔഷധം. പക്ഷെ ഇപ്പം എന്താ സ്ഥിതി? കാരപ്പറമ്പ് അവിടെ ഒരു ഇതില്ലേ, ഇതാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റല്, കാരപ്പറമ്പ് തന്നെയല്ലേ ഇത്? അതെ, എരഞ്ഞിപ്പാലം അല്ല, എരഞ്ഞിപ്പാലുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. അവിടെ ഫാർമസിയിൽ ഉള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ. ഞാൻ ഒരിക്കലും അവനെ കാണാൻ പോയപ്പം ഭയങ്കര തിരക്കാണ് അവിടെ. ആളുകൾ ബിഗ് ഷോപ്പറിലാണ് മരുന്ന് കൊണ്ടുപോകുന്നത്. ബിഗ് ഷോപ്പറിൽ മുമ്പൊരു ഡോക്ടറെ അടുത്ത് പോയാൽ
ഒന്നുകിൽ പോക്കറ്റിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ 2-3 കവറായിട്ട് ഇങ്ങനെ ചെറിയ ഇതുണ്ടാവുള്ളൂ, അത് പിടിച്ചങ്ങനെ പോകും. ഇന്ന് ആ സ്ഥാനം സഞ്ചി, ബിഗ് ഷോപ്പറൊക്കെ ആയിട്ട് മരുന്നുമായിട്ട് പോവുക. ഞാൻ അവരോട് ചോദിച്ചു, അല്ല ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നില്ലേ, ഇത് കഴിച്ചിട്ട് അവരെപ്പോഴും ആഹാരം കഴിക്കാനൊരു സമയം കിട്ടുക? അത് എവിടേക്ക് എങ്ങനെ അവരെ വയറ്റിലേക്ക് എത്താൻ പറ്റുമോ? എന്താ സംഭവിച്ചത്? 40% കിടപ്പ് രോഗികളെ സൃഷ്ടിക്കുന്നത് മെഡിക്കൽ കമ്പനികളും ഡോക്ടേഴ്സുമാണെന്ന് പറയുന്നത് ഞാനല്ല, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ ഡോക്ടർ സുരേഷ്, മലയാളിയാണ് അയാൾ. അദ്ദേഹത്തിനെ പിറ്റേന്ന് തന്നെ ഇന്ത്യൻ IMCന്ന് പുറത്താക്കി അത് പറഞ്ഞതിന്. എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഡസ്ട്രിയാണ്. നമ്മളൊരു പാരസെറ്റമോൾ ടാബ്ലറ്റ് തലവേദനയ്ക്കോ പനിക്കോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ചാൽ പോലും 40% സൈഡ് ഇഫക്റ്റ് സംഭവിക്കും. 978 കേരള പോലീസിൽ വരുന്നതിന് മുമ്പ് 975 മുതൽക്ക് 3 കൊല്ലം മെഡിക്കൽ റെപ്പായിട്ട് പാലക്കാട് ജില്ലയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും. ശേഷം കേരള പോലീസിൽ വന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഹോസ്പിറ്റൽ, ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഭൂരിപക്ഷം ഹോസ്പിറ്റലിലെ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും, ജോലിൻ്റെ ഭാഗമായിട്ട് പഠിച്ചതുകൊണ്ട്. അവിടെ നടക്കുന്ന പല കൊള്ളരുതായ്മകളും, ഒരു രോഗത്തിന് പോയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത രോഗമായിട്ട് പുറത്തേക്ക് വരുന്നത്, മറ്റേ തൽക്കാലം ഒന്ന് മാറിയിട്ടുണ്ടാവും. കഴിക്കുന്ന മരുന്നുകൾ തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഇവിടെയാണ് നല്ല ആഹാരം, ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ ആരോഗ്യവാനാവും എന്ന് പറയുന്നത് ഹിപ്പോക്രറ്റാണ്. പക്ഷെ അത് നമ്മൾ നടപ്പിലാക്കുകയാണ്. RCM അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 19 കൊല്ലം, കാരണം 19 കൊല്ലം പറയാൻ കാരണം കേരളത്തിൽ RCM വരുന്നത് 2005-ലാണ്. 2000-ലാണ് ഡൽഹിയിൽ ബിൽവാരയിൽ സ്റ്റാർട്ട് ചെയ്തത്, രാജസ്ഥാനിൽ 2005-ലാണ് കേരളത്തിൽ തുടങ്ങുന്നത്. 19 കൊല്ലമായിട്ട് ഒരു ഡോക്ടർ അടുത്ത് പോലും പോവാത്ത നിരവധി RCMന്റെ ലീഡേഴ്സിന് എനിക്ക് അറിയാൻ പറ്റും. അമൃതസറിന് അറിയാം, ഒരുപാട് ആളുകൾ നമ്മളെ കോഴിക്കോട് ജില്ലയിലുണ്ട്, കേരളത്തിലുണ്ട് അറിയാറുണ്ട്. അവരുപയോഗിക്കുന്ന RCM പ്രോഡക്റ്റുകൾ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ച ആരെങ്കിലും ഉണ്ടോ? RCMന്റെ റൈസ് ബ്രാൻ ഓയിൽ, പുറത്തുള്ള മാർക്കറ്റിലത്തെ അല്ല. തവിടെണ്ണ ഉപയോഗിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പിന്നെ ഷോപ്പിൻ്റെ ആൾക്കാരല്ലേ? ഓക്കെ, മാഡം ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. RCMന്റെ തവിടെണ്ണ നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചാൽ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു പുതിയ രോഗം അവിടേക്ക് അങ്ങനെ പെട്ടെന്ന് കയറി വരില്ല, തിരിഞ്ഞു കളിച്ചാൽ അങ്ങ് പോയിക്കോളും. ഭക്ഷണത്തിൽ RCMന്റെ തവിടെണ്ണ ഉപയോഗിക്കുക. RCMന്റെ തവിടെണ്ണ പറയാൻ കാരണം തവിടെണ്ണ ഇഷ്ടം പോലെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഫിസിക്കലി പ്യൂരിഫൈഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി, അതായത് കെമിക്കലി ആയിട്ട് ചെയ്യുന്ന സാധനം ഇവിടെ ഫിസിക്കലിയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്താണ് കറക്റ്റായിട്ടുണ്ടാവും. തവിടുന്ന് എണ്ണ കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഇത്ര തവിട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് RCMല് ഡോക്ടർ തോമസ് വർഗീസ് അബൌട്ട് റൈസ് ബ്രാൻ അടിച്ചു കൊടുത്താൽ മതി. ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷ്യ എണ്ണ തവിടെണ്ണ എന്ന് പറയുന്നത് എറണാകുളം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരിക്കുന്ന ഡോക്ടർ തോമസ് വർഗീസ് എന്ന് പറഞ്ഞ ഡോക്ടറാണ്. നമ്മൾ ഉപയോഗിക്കുന്നത്, എല്ലാവരും ഉപയോഗിക്കുന്നതാവും, വെളിച്ചെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ നല്ല സാധനമാണ്, എപ്പം ചൂടാക്കാതെ ഉപയോഗിച്ചാൽ. ഒരു വിഭാഗം ഡോക്ടേഴ്സ് പറയുന്നു വെളിച്ചെണ്ണ ചീത്തയാണ്, ഒരു വിഭാഗം ഡോക്ടേഴ്സ് പറയുന്നു വെളിച്ചെണ്ണ നല്ലതാണ്. ഞാൻ പറഞ്ഞത് ഓരോ 2 പേര് പറയുന്നു കറക്റ്റാണ്. എങ്ങനെയാണ്? പച്ചയ്ക്ക് ഉപയോഗിച്ചാൽ നല്ലതാണ്, ചൂടാക്കി ഉപയോഗിച്ചാൽ അത് തെറ്റാണ്. കാർബൺ ആയിട്ട് വരും, അതാണ് ട്രാൻസ്ഫാറ്റ് ആസിഡ് ഫോം ചെയ്യും. ഇതാണ് ചൂടാക്കിയാൽ സംഭവിക്കുന്നത്. പച്ചയ്ക്ക് നമ്മൾ എവിടെയോ ഉപയോഗിക്കുക, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ ഒന്ന് തളിക്കും അല്ലേ? മറ്റേത് ഒരു പപ്പടം കാച്ചിയാൽ പോലും ഇത് ട്രാൻസ്ഫാറ്റ് ആസിഡ് ആയിട്ട് മാറും. അവിടെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എന്താ പറയുക, ഒരു ക്യാൻസറിൻ്റെ തലസ്ഥാനമായിട്ട് ഇന്ന് നമ്മളെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വൈറസോ ബാക്ടീരിയോ ഒന്നുമല്ല എന്ത് കൊണ്ടുവരുന്നത്, ക്യാൻസർ കൊണ്ടുവരുന്നത്. ആരാ കൊണ്ടുവരുന്നത്? ക്യാൻസറും പ്രമേഹവും തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ഇത് വൈറസും ബാക്ടീരിയ അല്ല കൊണ്ടുവരുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. ഏഷ്യയിൽ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ അത് കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? തിരുവനന്തപുരമല്ല, ആർക്കും പറയാൻ പറ്റുക? ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? കേരളത്തിലെ നമ്മളിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലാണ്. MBR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചുലൂർ. അതെ, ഒന്ന് ആലോചിച്ച് നോക്കണം. പിറന്നു വീണ കുട്ടികൾ പോലും ക്യാൻസർ പേഷ്യൻ്റായിട്ട് അവിടെ വരുന്നു. ആ കുട്ടികളെ കുഴപ്പമാണോ
അല്ലെങ്കിൽ അമ്മയും അച്ഛനൊക്കെ ഉപയോഗിച്ച പ്രോഡക്റ്റിൻ്റെ കുഴപ്പമാണോ, അവർ കഴിച്ച ആഹാരത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് സ്വയം തിരിച്ചറിയുന്ന കാലഘട്ടം വന്നാൽ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് പുറത്താക്കാൻ പറ്റും. പിന്നെ ഭാരത നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളും, ഇപ്പം ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, കോൾഗേറ്റ് ആയിക്കോട്ടെ, ആശീർവാദ് ആട്ട ആയിക്കോട്ടെ, ലക്സ് സോപ്പ് ആയിക്കോട്ടെ, ഇപ്പം ചന്ദ്രിക സോപ്പ് പോലും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ്. ആശീർവാദ് ആട്ട ആരതാന്ന് നിങ്ങൾക്ക് അറിയോ? ആശീർവാദ് ആട്ട എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ്. ആരെങ്കിലും അതിനെപ്പറ്റി അറിയുന്നുണ്ടോ? ഒരു പാക്കറ്റ് ആശീർവാദ് ആട്ട വാങ്ങിച്ചാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വീതം മദാമ്മമാർ തടിച്ചു കൊഴുക്കാനായിട്ട് നമ്മൾ സംഭാവന കൊടുക്കുന്നു എന്നർത്ഥം. പല്ല് തേക്കുന്ന കോൾഗേറ്റ് ആയിക്കോട്ടെ, ലക്സ് സോപ്പ് ആയിക്കോട്ടെ, ഒരുപാട് സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് ഉണ്ട് ബേക്കറിയിൽ, സൺഫീസ്റ്റ് ബിസ്ക്കറ്റ്. ഇത് വാങ്ങിച്ചാൽ പോലും നമ്മുടെ ഒരു വീതം, നമ്മൾ കൊടുക്കുന്ന പൈസയുടെ വീതം വിദേശ രാജ്യത്തേക്ക് പോകും. അവർ തടിച്ചു കൊഴുക്കും. അവിടെ റോഡും പാലങ്ങളൊക്കെ നല്ല സൂപ്പറായിരിക്കും, ബിൽഡിങ്ങുകളൊക്കെ ഗംഭീരമായിരിക്കും, മാസവരുമാനങ്ങൾക്കൊക്കെ കൂടിയിട്ടുണ്ടാവും. ആരാ കൊടുക്കുന്നത്? വിദേശികളായിട്ടുള്ള നമ്മൾ കൊടുക്കുന്നു. അവിടെയാണ് 100% ഇന്ത്യൻ പ്രോഡക്റ്റുകൾ, 100% ഇന്ത്യൻ പ്രോഡക്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പൈസ വിദേശത്തേക്ക് പോവില്ല. പുതിയ ഭാരതം നിർമ്മിക്കാം. സ്വാശ്രയത്വം, കുടുംബശ്രീ എന്ന് പറഞ്ഞ സംവിധാനം കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ കുടുംബശ്രീയിൽ? മാഡം കുടുംബശ്രീയിലുണ്ടോ നാട്ടിൽ? ഇല്ല. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കുടുംബശ്രീ ഉണ്ടോ? അവിടെ ഉണ്ടാവും അല്ലേ? ബാക്കിൽ അവിടെ ഉണ്ടോ? ഇല്ല. ആ, ഞങ്ങളുടെ നാട്ടിൽ കുടുംബശ്രീ ഉണ്ട്. മാസത്തിൽ ഒരു ദിവസം എല്ലാവരും ഒത്തുകൂടും. അല്ല പറയാ, ഞാൻ എൻ്റെ നാട്ടിലെ കാര്യം പറയുന്നത്. മാസത്തിൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടിയിട്ട് അന്ന് ചായയും ബിസ്ക്കറ്റും ഉണ്ടാവും, അല്ലെങ്കിൽ ചായ എന്തെങ്കിലും ചെറിയ കടിയൊക്കെ ഉണ്ടാവും. അന്നെന്താ പരിപാടി എന്നറിയോ? നറുക്കെടുപ്പ്, കുറി. ഇതാണ് അവിടെ നടക്കുന്ന കുടുംബശ്രീയുടെ പ്രവർത്തനം. എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില സ്ഥലത്ത് ഉച്ചയ്ക്കുള്ള ലഞ്ച് കൊടുക്കുന്ന ചെറിയ കടകളൊക്കെ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുന്നുണ്ടാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് വരാൻ പോണു ചിക്കൻ, കേരള ചിക്കൻ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോണു. അപ്പം 998 ഈ കുടുംബശ്രീ എവിടെ വരുന്നത്? കേരളത്തിലെ. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലായിരുന്നു അതിന് ഉദ്ഘാടനം. ഞാൻ എടുത്തു പറയുന്നത് ആ ഉദ്ഘാടന സമയത്ത് അവിടെ ഡ്യൂട്ടിക്ക് പോയൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. 998 കുടുംബശ്രീ വന്നിട്ട് എത്ര സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുണ്ട് മാഡം പറയാവോ? ഒന്ന് കാണിച്ചു തരാവോ? ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? കുടുംബശ്രീ കൂടി വലിയ ലെവലിലേക്ക് എത്തി BMW കാറൊക്കെ അങ്ങനെ ഓടിച്ചു പോകുന്ന സ്വാശ്രയത്വം ഒക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെയല്ലേ. പിന്നെ ഞാൻ ജീവിച്ചു പോകുന്ന കാര്യമല്ല പറയുന്നത്. ജീവിച്ചു പോകാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഞാനത് എടുത്തു പറയാൻ കാരണം കുടുംബശ്രീ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഗവൺമെന്റിന് വരുന്നുണ്ട്, ഏത് സർക്കാരിനോ അതിൻ്റെ ലിമിറ്റുകളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 998 വന്ന കുടുംബശ്രീയിൽ കൂടി ഒരു സ്ത്രീ പോലും ശരിക്കും സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ 2000 RCM ഇന്ത്യയിലെത്തി തുടങ്ങി. 2005 കുടുംബശ്രീ തുടങ്ങിയിട്ട് 7 കൊല്ലം കഴിഞ്ഞിട്ട് തുടങ്ങിയ RCM കൂടി മാസം 1 ലക്ഷത്തിൻ്റെ മേലെ മാസ വരുമാനമുള്ള 200 പരം സ്ത്രീകളുടെ ഫോൺ നമ്പർ എൻ്റെ മൊബൈലിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകൾ. അവർ റീറ്റെയിൽ ചെയ്യുന്നുണ്ട്, ഇതേപോലെ ഷോപ്പുകൾ ഇടുന്നുണ്ട്, വീട്ടിൽ ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലേഡീസിൻ്റെ കീസോൾ വിഭാഗം നടത്തുന്നവരുണ്ട്. 1 ലക്ഷത്തിൻ്റെ മേലെ മാസ വരുമാനം. ദാരിദ്ര്യത്തിൽ പടുകുഴിയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇന്ന് കാറും വലിയ വലിയ വീടുകളൊക്കെ ആയിട്ട് 4ഉം 5ഉം കൊല്ലം കൊണ്ട് RCMലേക്ക് എൻട്രി എടുത്ത് RCM മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം വന്നിട്ടുള്ള ആളുകൾക്ക് നിറയെ യൂട്യൂബിൽ കിട്ടും. ഷൈനി അനിരുദ്ധൻ, RCM ഷൈനി അനിരുദ്ധൻ അടിച്ചു കൊടുത്താൽ 4 അടി ഹൈറ്റുള്ള ലേഡിയാണ്. 2 തയ്യൽ മെഷീൻ വീട്ടിലുണ്ട്. ഷൈനിയുടെ തയ്യൽ മെഷീൻ ഒന്ന്, അനിരുദ്ധൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡിൻ്റെ ഒന്ന്. രാവിലെ ഇറങ്ങും, അതിൻ്റെ മുകളിൽ ഇരിക്കും, വൈകുന്നേരം കിട്ടും, അതുമായിട്ട് ജീവിച്ചു പോകും. ചെറിയൊരു കുടിലാണ്. അവിടെ പോയിട്ട് അവരോട് സ്വപ്നം കാണാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഒരു പട്ടാളക്കാരൻ, എക്സ് മിലിറ്ററി. ഇവർ ചിരിച്ചിരിച്ച് വീണുപോയി എന്നാണ് പറഞ്ഞത്. കാരണം 2 തയ്യൽ മെഷീൻ വെച്ചിട്ട് എന്ത് സ്വപ്നം കാണാനാ? അവസാനം നിർബന്ധിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ? ഒരു സൈക്കിൾ വാങ്ങണം ജീവിതത്തിൽ. ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ്, എനിക്കൊരു സൈക്കിൾ എൻ്റെ ജീവിതത്തിൽ വാങ്ങണം, ആയുസ് കഴിയുന്നതിന് മുമ്പേ ഒരു സൈക്കിൾ വാങ്ങണം. അപ്പോൾ ചോദിച്ചു, എന്തിനാ സൈക്കിള്? ഇവിടുന്ന് അടുത്ത അങ്ങാടി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ചുരുക്കി പറയാലോ, നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ അവരെ കാണാൻ പറ്റും. ആ ലേഡിയുടെ സ്ഥിതി എന്നതറിയോ? ആ ഫാമിലിയുടെ സ്ഥിതി? കാറ്, സ്കൂട്ടർ, മോട്ടോർ സൈക്കിള്,
35 ലക്ഷത്തിന്റെ വീട് വെറും 4.5 കൊല്ലം കൊണ്ട് അവർ വാങ്ങിച്ചു കഴിഞ്ഞു. RCM ഉണ്ടാക്കിയ നേട്ടങ്ങളാണ്. ഷൈനി അനിരുദ്ധൻ, RCM ഷൈനി അനിരുദ്ധൻ വീട്ടിൽ പോയിട്ട് യൂട്യൂബിൽ നിന്ന് അടിച്ചു നോക്കുക. ഞാൻ ഒരു ഫാമിലിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അറിയുന്ന ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ ഉണ്ട്, നിറയുണ്ട് കേരളത്തിൽ. കോഴിക്കോട് ഒരു ഷൈമ മേഡം ഉണ്ട്. ഒരു ഓഫീസിൽ ഒരു RCM ഷോപ്പിൽ 2500 രൂപ ശമ്പളത്തിൽ വന്ന് ജോലി ചെയ്ത ഷൈമ മേഡം ഇന്ന് നെക്സൺ 10 ലക്ഷത്തിൻ്റെ നെക്സൺ കാർ ഓട്ടിയിട്ടാണ് പറന്ന് നടക്കുന്നത്. വീട് ജപ്തിക്ക് വരെ വെച്ചിട്ട് ആ വീട് അവർ തിരിച്ചു പിടിച്ചു. ഇന്ന് ഞാനും അവരും കൂടി കുന്നമംഗലം, അമൃത സാറൊക്കെ ഉണ്ടായിരുന്നു, കുന്നമംഗലത്തുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച്. RCM കൊടുക്കുന്ന മാറ്റം, അതിലുപരി RCM എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, വർഗീയ ഒന്നുമില്ല. അവിടെ വർഗീയ ഒന്നുമില്ല. RCM എല്ലാവരും ഉണ്ട്. എല്ലാ വിഭാഗം ആൾക്കാരും RCM ഒരു വീട്ടിൽ കുടുംബാംഗങ്ങളിൽ എങ്ങനെ സ്നേഹബന്ധങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ 100 ഇരട്ടി ശക്തിയിലാണ് RCM ബന്ധം എന്ന് പറയുന്നത്. RCM നിങ്ങൾ എത്തിക്കിട്ടി നിങ്ങൾ അതിൻ്റെ ലീഡേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടിൽ പോലും പലർക്കും കിട്ടാത്ത സ്നേഹബന്ധം, മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹബന്ധം അവിടെ RCM കിട്ടുന്നു എന്നുള്ള ഒരു കൾച്ചറുടെ ഭാഗം കൂടിയാണത്. RCM പറയുന്നു നിങ്ങൾ നല്ലൊരു മനുഷ്യനാവും. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിനെ വിഴുകിക്കൊണ്ടിരിക്കുന്നതാണ് മയക്കുമരുന്ന് എന്ന സാധനം. മദ്യമല്ല, മയക്കുമരുന്ന്. മദ്യം ഉപയോഗിക്കുന്നവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മയക്കുമരുന്ന് ഉപയോഗിച്ച് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ 99% പറ്റില്ല. 1% കഴിഞ്ഞപ്പോൾ സക്സസ് ആവും. അവിടെയാണ് RCM പറയുന്നു മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, പുകവലി വേണ്ട, വെടിക്കെട്ട് പോലും വേണ്ട. കാരണം എയർ പൊല്യൂഷൻ. ഈ ഒരു പ്രസ്ഥാനത്തിൽ ഒരു പൈസ കൊടുക്കാതെ നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക, അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, പ്രോഡക്റ്റ് ഉപയോഗിക്കണം. ഉപയോഗിച്ചാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ചായപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് കൊടുക്കുന്ന ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ജോലി സാറെ കേട്ടിട്ടുണ്ടോ? രാജസ്ഥാനിൽ ഒരു ലോഡ് ഉപ്പ് ഇവിടെ കോഴിക്കോട് എത്തണമെങ്കിൽ, കോഴിക്കോട് ഡിപ്പോ ഉണ്ട്, കോഴിക്കോട് എത്തണമെങ്കിൽ എത്ര പൈസ ചിലവുണ്ടാവും? എന്താ കമ്പനിക്ക് നേട്ടയിൽ? ഒരു ലാഭം ഉണ്ടാവില്ല. ഇതിൽ നഷ്ടം, ഭീമമായ നഷ്ടം ഉണ്ടാവും. എന്നാലും RCM ഉപ്പ് നിങ്ങൾ വീട്ടിലുള്ള 2 ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, RCM ഉപ്പ് കൊണ്ടുപോയിട്ട് ഒരു സ്പൂൺ ഇട്ട് കലക്കി നോക്കുക. നിങ്ങളിപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് കലക്കി നോക്കൂ, എത്ര വില കൂടിയതായിക്കോട്ടെ. അതിനടിയിൽ എന്തെങ്കിലും കളർ വ്യത്യാസം വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും ഊറിയിട്ടുണ്ടാവും. RCM ഉപ്പൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഡയാലിസിസ് സെൻ്ററുകളില്ലേ നാട് മുഴുവൻ പെരുകിയിട്ടുണ്ട്. മുമ്പ് അത് എവിടെ കാണാറില്ലായിരുന്നു. ഇന്ന് എവിടെ ഏത് അങ്ങാടി നോക്കിയാലും ഒരു ഡയാലിസിസ് സെൻ്റർ അവിടെ ഉണ്ടാവും. എന്താ കാരണം? മെയിൻ ഉപ്പ് തന്നെയാണ്. ഉപ്പ് മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. ഉപ്പ് ഉപയോഗിക്കുന്നു, ഉപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡെയിലി എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തെ ഞാൻ പറഞ്ഞു, ഭാരത നവോത്ഥാനം, ആരോഗ്യ സംരക്ഷണം. തവിടെണ്ണ നിങ്ങളൊന്ന് ഒരു പാക്കറ്റ് തവിടെണ്ണ വീട്ടിൽ കൊണ്ടുപോവുക, ഉപയോഗിച്ച് നോക്കുക. എൻ്റെ മകളിരിക്കുന്നത് ദുബായിലാണ്. ദുബായിൽ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സാധനവും അവിടെ കിട്ടും. അവിടെ 5 ലിറ്ററിൻ്റെ ക്യാനാണ് ഞാൻ ഒരു പ്രാവശ്യം കൊറിയർ ചെയ്ത് അയച്ചു കൊടുത്തത്. 8500 രൂപേൻ്റെ RCM പ്രോഡക്റ്റുകൾ 13500 രൂപ കൊറിയർ ചാർജ് കൊടുത്ത് അയച്ചൊരു വ്യക്തിയാണ് ഞാൻ ഭ്രാന്തൻ്റെ വേണമെങ്കിൽ വിളിക്കാം. എന്തിനൊക്കെയാണെന്നറിയോ? പാചകത്തിനും കുടിക്കാനും തേച്ച് കുടിക്കാനും. തവിടെണ്ണ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ജോലി സാറിനും കൈപോക്ക് ആരുണ്ടെങ്കിൽ അന്ന് ഓണറായി നോക്കണ്ട. 20 ml തവിടെണ്ണ, 20 ml നോക്കിയിട്ടൊന്നല്ല കഴിക്കുന്നത്. സ്പൂണിലെടുക്കും, കഴിക്കും, ചിലപ്പോൾ കയ്യിലൊഴിച്ചും കഴിക്കും. ഏകദേശം 7 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. കൊളസ്ട്രോൾ എന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ഒരു അസുഖമാണെങ്കിൽ 6 മാസത്തെ തവിടെണ്ണയുടെ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം. പൈൽസ് സംബന്ധമായ അസുഖങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഈ തവിടെണ്ണ കൂടി പൂർണ്ണമായിട്ടും ഇത് മാറ്റിയെടുക്കാം ചുരുങ്ങിയ സമയം കൊണ്ട്. ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ തവിടെണ്ണയ്ക്കുണ്ട്. ഈ ബുക്കിൽ അതിനെപ്പറ്റി വിശദമായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബ്ലോക്കുകൾ വരെ മാറ്റി കൊടുത്തിട്ടുണ്ട് തവിടെണ്ണ. എണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് പറയുന്നിടത്താണ് തവിടെണ്ണ കഴിച്ചിട്ട് എൻ്റെ ചായ ഞാൻ പിന്നെ കഴിക്കാവുന്നു. തവിടെണ്ണ കഴിച്ചാൽ ഹാർട്ട് ബ്ലോക്ക് മാറും എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് അതിൻ്റെ പ്രത്യേകത. ഒരു കാലത്ത് തവിടുള്ള അരി മാത്രം കഴിച്ചിരുന്ന മലയാളികൾ ഇന്നെന്താ സ്ഥിതി? ഇന്ന് തവിടുള്ള അരി വീട്ടിലെ കുട്ടികൾക്ക് കാണാനേ പറ്റില്ല അല്ലേ? കഴിക്കുന്ന പോട്ടെ, കാണാൻ പോലും തവിടുള്ള അരി വേണ്ട എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞു. അതോടെ എന്ത് സംഭവിച്ചു? പ്രമേഹം എന്ന അസുഖം വരാൻ തുടങ്ങി, മറ്റുള്ള പല പല അസുഖങ്ങളും. കാരണം തവിട് ഒരുപാട് അസുഖങ്ങൾ അകറ്റിയിരുന്നു. തവിട് പോയതോട് കൂടിയിട്ട് ഇതെല്ലാം തിരിച്ചു വരാൻ തുടങ്ങി. ഒരു സർവേ പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടാണെന്നാണ് പറയുന്നത്.
ഞാൻ കേരളം മുഴുവൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട് ജോലിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം അതുപോലെ അതിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മട്ട അരിയുടെ ചോറ് ഹോട്ടലിൽ കിട്ടും. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഒരിക്കലും കാസർഗോഡ് ഒരു സ്ഥലത്ത് പോയപ്പോൾ മട്ട അരിയുടെ ചോറുണ്ട് ചോദിച്ചപ്പോൾ ആ വിളമ്പുന്ന ആളൊന്നും എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. സാർ എവിടുന്നാണ് വരുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല തിരുവനന്തപുരത്താണെന്ന് മട്ട അരിയുടെ ചോദിക്കാറ്, ഞങ്ങളുടെ നാട്ടിൽ പോയി ആരും ചോദിക്കാറില്ല എന്ന്. കാരണം അതാണ് സ്ഥിതി. അതുകൊണ്ട് എന്തുണ്ടായി? പ്രമേഹ രോഗികൾ ഇവിടെ പെരുകി, മറ്റുള്ള രോഗങ്ങളൊക്കെ ഇവിടെ പെരുകി എന്നുള്ളതാണ് തവിട് പോയതോട് കൂടിയിട്ട്. ഇതിൽ മാർക്കറ്റിലുള്ള ഒരുപാട് എണ്ണയായിട്ടുള്ള കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും നമ്മുടെ തവിടെണ്ണയ്ക്ക് RCMന്റെ തവിടെണ്ണയ്ക്ക് കൊടുത്ത അവാർഡുകൾ ഇതിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു പ്രമുഖ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം രാഷ്ട്രപതിക്ക് പുറമെ വേറൊരാളും കൂടിയായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം. സയന്റിസ്റ്റ് ആയിരുന്നു അയാൾ, ശാസ്ത്രജ്ഞനായിരുന്നു. ഈ ശാസ്ത്രജ്ഞൻ ഇവിടെ കിട്ടുന്ന തവിടെണ്ണയ്ക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിക്ചറാണത്, ഫോട്ടോ ആണ്. വ്യാജമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ ജയിലിൽ പോകും. കാരണം APJ അബ്ദുൽ കലാമിനെ വെച്ചിട്ട് ഇങ്ങനെ പരസ്യം കൊടുക്കാൻ ആർക്കും പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ക്വാളിറ്റി പാറ്റൻസി സർട്ടിഫിക്കറ്റ് ഈ രീതിയിൽ ഇനി വേറൊരു കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഗാമോറേസോൾ തവിടിൻ്റെ എക്സ്ട്രാക്ട്, എണ്ണയിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളെ തടയാൻ പറ്റും. രാവിലെ ഭക്ഷണത്തിൻ്റെ കൂടെ ഒന്ന് കഴിക്കുക, രാത്രി ഭക്ഷണത്തിന് ഒന്ന് കഴിക്കുക. ചെറിയ പൈസയിൽ വരുന്നുണ്ടോ? ഏകദേശം 5000 രൂപ പെർ മന്ത് മാസം വിദേശ രാജ്യങ്ങളിൽ ചിലവാക്കേണ്ട അടുത്ത് ഇവിടെ ഒരു 500 രൂപയുടെ അടുത്ത് എവറേജിന് വരുന്നുള്ളൂ അല്ലേ? 590 റുപ്യക്കാണ് അതിന് ഗാമോറേസോളിൻ്റെ വില വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കൊളസ്ട്രോൾ, അതിൻ്റെ ഹൃദ്രോഗം, എല്ല് തേയ്മാനം, കരൾ രോഗങ്ങൾ, ക്യാൻസർ, ആർത്തവിരാമം, മാനസിക സമ്മർദ്ദം, ഹൈപ്പോതൈറോയിഡ്, ആൻറ്റി ഏജിങ്, ന്യൂറോ പ്രൊട്ടക്ഷൻ തുടങ്ങി എല്ലാത്തിനും ഈ ചെറിയൊരു സാധനമാണ്, ഒരു കുഞ്ഞൻ പ്രോഡക്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതൊന്ന് പരിചയപ്പെടാം. അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മലയാളം ഏത് ലാംഗ്വേജ് വേണോ അതിൽ കിട്ടും. കഴിക്കുന്നുണ്ട്, വെരി ഗുഡ്. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കഴിക്കുന്ന ആളുകളാണ്. പിന്നെ ഒരുപാട് സാധനങ്ങൾ ബേക്കറി, നമുക്കറിയാം ബേക്കറിയിൽ വരുന്നതൊക്കെ 99% മൈദയായിരിക്കും. നമുക്ക് 0% മൈദയാണ്. മൈദ നമ്മുടെ സാധനം നമുക്കിവിടെ ഇല്ല. ഇവിടെ 4 തരം ബിസ്ക്കറ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ കഴിച്ച ബിസ്ക്കറ്റ് ഇനിയിപ്പോൾ രണ്ടാമത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ ബിസ്ക്കറ്റ് 100% നിങ്ങൾ എത്ര ഉടനെ കഴിച്ചോളൂ, വിശപ്പ് കൂടും. അതിനുവേണ്ടി നിങ്ങൾ ബേക്കറി പോയിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചോളൂ. കുറേ നേരത്തേക്ക് വിശപ്പ് ഉണ്ടാവില്ല, കുറേ സമയത്ത് കുറേ മണിക്കൂറുകൾ വിശപ്പ് ഉണ്ടാവില്ല. മിക്സ്ചർ നമുക്കിവിടെ ഉണ്ട്. മിക്സ്ചർ ഒരു പാക്കറ്റ് പൊടിച്ച് ഇപ്പോൾ കഴിച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂർ വിശപ്പ് കൂടും. ഫൈബർ റിച്ച് ആണത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രോട്ടീനും ഫൈബറും ഒക്കെ കിട്ടുന്ന മിക്സ്ചറും ബിസ്ക്കറ്റും തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് RCMൽ അവൈലബിൾ ആണ്. ഒരുപാട് അതുപോലെ മറ്റുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ ഇതിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഹോർലിക്സ്, ഞാൻ പറഞ്ഞ ഹോർലിക്സ് ഒന്നും കഴിയുന്നതുമായി കഴിക്കാതിരിക്കുക. 1 കിലോ ഹോർലിക്സ് വാങ്ങിക്കുന്നതിന് പകരം 500 ഗ്രാം ആട്ടപ്പൊടി വാങ്ങിച്ച് കലക്കി കുടിച്ചാൽ മതി. അത്രയേ അതിൻ്റെ വിലയിൽ വരുന്നുള്ളൂ. അതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, വീറ്റ് പൗഡർ കാണിച്ചിട്ടുണ്ട്, എഴുതി കാണിച്ചിട്ടുണ്ട്. ആരതൊക്കെ വായിച്ചു നോക്കുന്നത്? നമുക്കിവിടെ അതിന് പറ്റിയ സാധനങ്ങൾ ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ അതൊക്കെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഞാനും ഇപ്പോൾ അമൃത സാറൊക്കെ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ RCMൻ്റെ ആണ്. വിലക്കുറവിൽ കിട്ടുന്നു, ക്വാളിറ്റിയിൽ കിട്ടുന്നു. ഒരുപാട് ഇതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ലേഡീസിൻ്റെ കീസോൾ ഒരുപാട്. ഇന്ന് സ്ത്രീകൾ ഒരുപാട് പേര് ഇത് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലൊരു വരുമാനമായി. ഒവേറിയൻ ഡിസീസ് വരുന്നതിൻ്റെ ഒരു റീസൺ അവരുപയോഗിക്കുന്ന സാനിറ്ററി പാഡുകളാണെന്ന് പറയുന്നത് മെഡിക്കൽ ജേർണൽ ഞാൻ വായിച്ചത് കാര്യമാണ്. നിങ്ങൾക്കൊന്ന് തപ്പിയാൽ കിട്ടും, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതായത് മാർക്കറ്റിലുള്ള ആ പാഡുകൾ, അവിടെയാണ് നമുക്ക് 100% കോട്ടൺ ആയിട്ടുള്ള സാനിറ്ററി പാഡുകൾ RCMലുണ്ട്. നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, ആളുകൾക്ക് കൊടുക്കാം. ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ പല സ്ഥലത്തും നമ്മൾ കാണാൻ പറ്റും. ചട്ടിയിൽ ഇങ്ങനെ കടല വറുത്തിട്ട് ആ ചട്ടിക്ക് ഇങ്ങനെ അടിക്കില്ലേ അവർ. അത് അധികം ഞാനൊക്കെ പലപ്പോഴും വാങ്ങുമ്പോൾ ലാസ്റ്റിൽ കിട്ടുന്നത് ആ കരിഞ്ഞ ഭാഗമോ അല്ലെങ്കിൽ പൊട്ടിപ്പൊടിഞ്ഞൊക്കെ ആയിരിക്കും. അതോടെ ആ ടേസ്റ്റ് മൊത്തം പോയി. ഇവിടെ നമുക്ക് കടല പോലും ഇവിടെ പാക്കറ്റിൽ വരുന്നില്ല. എന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ ക്ലീൻ ആക്കിയിട്ടുള്ള കടലേ വരുന്നത്. ക്ലീൻ ആക്കിയിട്ട് അതെല്ലാം നോക്കി ക്ലീൻ ചെയ്യുന്ന അതിൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ട് ആ ലെവലിൽ. ഗുഡ് സിപ്പ്, നാരങ്ങയും മറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതൊന്ന് കഴിക്കുകയാണെങ്കിൽ കുറേ അധികം ക്ഷീണം ഉണ്ടാവില്ല, വിശപ്പുണ്ടാവും, അതുപോലെ വയറിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട്, അത് മാറിക്കിട്ടും. പ്രോട്ടീൻസ്, വെജിറ്റേറിയൻ ബൈസ്, പച്ചക്കറീൻ്റെ ഇറച്ചി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? പച്ചക്കറീൻ്റെ ഇറച്ചി RCMൻ്റെ വെജിറ്റേറിയൻ ബൈസ് കഴിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിൽ? മേഡം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. മൂപ്പര് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ ജോലി സാറേ? നിങ്ങൾ കൊടുത്തതാ? അതെ, ഡിസ്പ്ലേ വേൾഡ് വീട്ടിൽ. ഗുഡ്, വെരി ഗുഡ്. നമ്മളെ കൂടിൽ കാണുന്ന കോഴിക്കടകളില്ലേ, ആ കൂട്ടിൽ കമ്പീനുള്ളിൽ കോഴികൾ എങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങൾ ആരും നോക്കിയിട്ടുണ്ടോ? നമ്മൾ പോണു കോഴി 1 കിലോ പറയുന്നത് 2 കിലോ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കൊണ്ടു അല്ലേ? വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് മസാലയൊക്കെ അടിച്ച് ആ കോഴികൾ നിൽക്കുന്നത് എന്നെ ഒന്ന് കൊന്നു തരുമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. തുറന്നു വിട്ടാൽ പോലും എവിടെയും പോകുന്നില്ല. അവർ പോകാൻ പറ്റില്ല. കാരണം
ചുരുങ്ങിയ മാസം കൊണ്ടാണ് ആ ലെവലിലേക്ക് വെയിറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കൂട്ടിലേക്ക് വിടുന്നത്, ഇങ്ങനെ സെയിലിന് വേണ്ടി വിടുന്നത്. മുമ്പൊരു കോഴി ശരിക്കും അതിൻ്റെ ആ ഇതൊക്കെ എത്തണമെങ്കിൽ പ്രായപൂർത്തിയൊക്കെ ആവണമെങ്കിൽ 2 കൊല്ലെടുക്കും. നാടൻ കോഴി. ആ നാടൻ കോഴീനാണ് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി 10 രൂപയൊക്കെ ചുട്ട് അടിച്ചിരുന്ന ആളുകളിൽ ഒരു കുഴപ്പമില്ല. ഇത് പറഞ്ഞപ്പോൾ ഒരു അനുഭവം എനിക്ക് പറയാനുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്നൊക്കെ ആ കാലത്തിൽ വിരുന്നുകാർ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? ഇപ്പൊ വിരുന്നുകാരൊക്കെ കുറവല്ലേ? സത്യല്ലേ? അവർ വീഡിയോയിൽ കാണുന്നു, വാട്സപ്പിൽ കാണുന്നു, അപ്പോൾ ആളൊക്കെ നിർത്തി. മുമ്പൊരു പലഹാരമൊക്കെ വാങ്ങിയിട്ടൊരു പോക്കുണ്ട് അല്ലേ? പോയാലോ അവിടെ നിൽക്കും, ഒരു ദിവസം 2 ദിവസമൊക്കെ അവിടെ കൂടിയിട്ടാണ് തിരിച്ചു പോവുക. ഇന്ന് വിരുന്നുവരവ് പോകുന്നതൊക്കെ കുറവാണ്. ഞാൻ പറയുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ വിരുന്നുകാർ അന്ന് വരുന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ ഓടി പിടിച്ച് വീട്ടിലെത്തി. കാരണം എന്താ, പത്തിരി ഉണ്ടാവും, കോഴിക്കറി ഉണ്ടാവും, ഇതൊക്കെയാണ്. പിന്നെ വിരുന്നുകാർ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ, ആ കുട്ടിക്കാലം അങ്ങനെയാണല്ലോ. പക്ഷേ വിരുന്നുകാർ ഞാൻ വരാൻ കാത്തിക്കാണ് കോഴീനെ പിടിക്കാൻ. കോഴി പറമ്പിലിങ്ങനെ പറന്ന് കിടക്കുകയാണ്. അവസാനം പറയേണ്ട താമസം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നിക്കറൊക്കെ ഇട്ട് ഇറങ്ങി കോഴീൻ്റെ വഴി ഓടാൻ തുടങ്ങി. 1/2 മണിക്കൂറോളം കോഴീൻ്റെ വഴി ഓടിയിട്ട് അവസാനം കോഴി എൻ്റെ വീട്ടിൽ വന്ന ഗസ്റ്റ് ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന മുന്നിലാണ് ഒരു പടീന മോളെ ഞാൻ ഇപ്പോഴും മനസ്സിൽ കാണുന്നുണ്ട്. അവരെ തോളിൽ വന്നിട്ട് ആ പൂവൻ കോഴി അവിടെ ഇരുന്നു. അവിടെ വെച്ച് ഞാൻ പിടിച്ചു. എനിക്ക് കോഴി മാത്രമേ ലക്ഷ്യമുള്ളൂ, വിരുന്നരുന്നില്ല. ആ തോളിലേക്ക് ഞാനും ചാടി വീണ് കോഴീനെ പിടിച്ചു കൊടുത്ത ചരിത്രം നിങ്ങളത് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തിട്ട് അത് മനസ്സിൽ എപ്പോഴും സേവ് ചെയ്ത് വെച്ച സംഭവമാണ്. ആ കോഴീൻ്റെ സ്ഥാനത്താണെന്ന് 2-3 മാസം കൊണ്ടാണ് ഈ കോഴീനെ തന്നിട്ട് നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് മസാലയൊക്കെ കുത്തി കയറ്റി അങ്ങോട്ട് നമ്മൾ അടിക്കുന്നത്. ഈ ഇറച്ചി എന്തെല്ലാം അതിൽ കയറ്റിയിട്ടുണ്ടോ ഇതൊക്കെ മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നു. മുമ്പ് സ്ത്രീകൾ, പെൺകുട്ടികൾ ശരിക്കും പീരീഡ്സ് ഒക്കെ വരുന്നത് 12, 13, 14 വയസ്സിലൊക്കെ ആയിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അറിയോ 5-ാം വയസ്സ്, 6-ാം വയസ്സിൽ പീരീഡ്സ് വരുന്നുണ്ട്. ബേബി മെമ്മറിലൊരു കേസ് ഉണ്ടായിരുന്നു, ഞാൻ അറിയുന്ന ഡോക്ടർ പറഞ്ഞാണ്. 6-ാമത്തെ വയസ്സിൽ പീരീഡ്സ് വന്നു. പൊറോട്ടയും ചിക്കനും ആയിരുന്നു ആ കുട്ടി ജനിച്ച കാലം മുതൽക്കേ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വണ്ണുണ്ടാക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നേരത്തെ ആ ഭൂമിയിൽ നിന്ന് ആ കുട്ടി പോകേണ്ടി വരും? ആരാതൊക്കെ ചെയ്യുന്നത്? നമ്മളിതൊക്കെ ടേസ്റ്റ്, നമ്മളെ നാവാണ് എല്ലാത്തിനും പ്രശ്നം. ഇവിടെ എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത് നാവാ. സത്യല്ലേ? ടേസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും എന്താ പ്രശ്നമുണ്ടോ? ഇത് ഇവിടെ വെച്ചിട്ട് നാവാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ അതിൽ നിന്നൊക്കെ മാറുക. RCMൽ നിങ്ങൾക്ക് ചിക്കൻ വേണോ, ചിക്കൻ മസാല കൂട്ടിയാൽ മതി. മട്ടൺ വേണോ, മട്ടൺ മസാല കൂട്ടിയാൽ മതി. ബീഫ് വേണോ, ബീഫ് മസാല കൂട്ടിയാൽ മതി. ഫിഷ് വേണോ, ഫിഷ് മസാല കൂട്ടിയാൽ മതി. തലശ്ശേരിയിലൊരു മീറ്റിങ്ങിന് സാറേ 200 പേരെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്. അവിടെ ഫസ്റ്റിൽ ഇത് ലോഞ്ച് വരുമ്പോൾ എനിക്കിതിനെ പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ അവിടെ മാന്ത എന്ന് പറഞ്ഞിട്ട് മീനില്ലേ, മാന്തേൻ്റെ മാതിരിയാണ് ഇവർ അതോടെ ഉണ്ടാക്കിയത് ഈ സാധനം. ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇന്നൊരു നോയമ്പൊക്കെ ഉള്ള ദിവസമാണ്, ആ സീസൺ ശബരിമല ടൈമിലാണ്, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. അല്ല ഇത് പച്ചക്കറിയാണ്. ഞാൻ പറഞ്ഞു അത് കണക്ക്, ഇത് മാന്ത മീനല്ല, എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ പോയി, ഞാൻ അടുത്തൊരു വെയിറ്റർ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ അവരൊരു പ്ലേറ്റിൽ സാധനം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞു. 100% വെജിറ്റേറിയൻ. അവസാനം എനിക്ക് സങ്കടമായിപ്പോയി, കാരണം അത്ര ടേസ്റ്റിലാണ് അവർ സാധനം ഉണ്ടാക്കി. അതിലെന്തൊക്കെയാണ് കിട്ടുന്നത്? പ്രോട്ടീൻ കിട്ടുന്നു, ഫൈബർ കിട്ടുന്നു, ഈ പറഞ്ഞ കോഴിയിൽ എന്ത് കിട്ടും? ഫാറ്റ് കിട്ടും, കൊളസ്ട്രോൾ കിട്ടും. എന്താ നമുക്ക് വേണ്ടത്? 10 മാസത്തോളം കാലാവധി ഉണ്ട് ഇതിന് അല്ലേ? ഒരു പാക്കറ്റിന് 10 മാസം ഇത് ഡാമേജ് ആവാതെ കൊണ്ടുവച്ചാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട, എവിടെയും വെക്കണ്ട, ക്ലീൻ ചെയ്യേണ്ട. അത് നമ്മളിത് പൊട്ടിച്ചെടുത്തിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ കത്തിയോണ്ടോ മുറിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇപ്പോൾ ഇഷ്ടംപോലെ അതിൻ്റെ ഇത് വരുന്നുണ്ട്, ഏത് രീതിയിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു സാധനം നമുക്ക് വെജിറ്റേറിയൻ മീറ്റ് ആയിരുന്നു ആദ്യം, അത് ബൈറ്റ്സിനാക്കിയിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകതകൾ ഇതിലുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ബൈറ്റ്സിന് മലയാളം അടിച്ചു കൊടുത്താൽ ഇതിന് എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, എല്ലാ സാധനം. അത് ഞാൻ ബുക്ക് വാങ്ങണം എന്ന് പറഞ്ഞത്, ഈ ബുക്ക് നിങ്ങൾ വാങ്ങണം. ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ, ഒരു പ്രോഡക്റ്റ് തുടങ്ങി ഇന്ന് 23 പ്രോഡക്റ്റായി കഴിഞ്ഞു. IPC ഇപ്ക ലാബറട്ടറീസിൻ്റെ മരുന്നുകൾ അല്ലാത്തൊരു വിഭാഗമാണ് ന്യൂട്രിചാർജ് എന്നൊരു ഡിവിഷൻ. അതിൽ ആദ്യമായിട്ട് ആണുങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ന്യൂട്രിചാർജ് മാൻ എന്നൊരു പ്രോഡക്റ്റ്. ന്യൂട്രിചാർജ് മാൻ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒക്കെ ഉണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ പരിഹരിക്കുന്ന പ്രോഡക്റ്റാണത്. പക്ഷെ അതെങ്ങനെയാണ്? വിറ്റാമിൻസും മിനറൽസും ആണത്. പച്ചക്കറിയും പഴങ്ങളിൽ നിന്നും ഇലകളിൽ നിന്നും എടുക്കുന്ന സത്താണ് ഈ സാധനം. ആണുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പ്രോഡക്റ്റ് ഇറക്കി, ഒരു ഗുളിക രൂപത്തിൽ ഇറക്കി. അതന്ന് ഇന്ത്യയിലുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പുകൂടെയും കിട്ടുമായിരുന്നു, RCM കിട്ടില്ല. ഇന്ന് ആ പ്രോഡക്റ്റ് അടക്കം 23 പ്രോഡക്റ്റുകൾ RCM കൂടെ മാത്രമേ കിട്ടുള്ളൂ. RCM വലിയൊരു നെറ്റ്വർക്കായി. ഇതിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറയുന്നത് സോയാ പ്രോട്ടീൻ ഐസൊലേറ്റഡ്.
അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്, അതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടും, ഇന്ത്യൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട്. നേരത്തെ പറഞ്ഞ ന്യൂട്രിചാർജ് മാൻ എന്നുള്ള പ്രോഡക്റ്റ്, ഒരു ഗ്ലാസ് ചായ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പൈസയെ ഒരു ടാബ്ലറ്റിന് വേണ്ടു. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. മാഡം ആ സ്ത്രീകൾ അത് എടുക്കും, ന്യൂട്രിചാർജ് വുമൺ. ഈ ന്യൂട്രിചാർജ് വുമൺ എന്നൊരു പ്രോഡക്റ്റ് നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളോ മരുമക്കളോ സ്ത്രീകൾ പീരീഡ്സ് തുടങ്ങിയിട്ടുള്ള പെൺകുട്ടികൾ മുതൽക്ക് സ്ത്രീകൾ കഴിക്കുകയാണെങ്കിൽ 80% അസുഖങ്ങളെ, സ്ത്രീ സഹജമായിട്ടുള്ള 80% അസുഖങ്ങളെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളത് 8 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റും. ഗ്യാരണ്ടീഡ് പ്രോഡക്റ്റ്. ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഞാൻ ഈ പ്രോഡക്റ്റ്, അവർക്ക് പീരീഡ് സമയത്ത് പെയിൻ ഉണ്ടാവാറുണ്ട്, ഓവർ ബ്ലീഡിംഗ് ആണ്, ഡേറ്റും ഒക്കെ മാറി വരും, ആകെ ചിലപ്പോൾ 1-2 ദിവസം ക്ലാസ് കട്ട് ചെയ്യും. ആ സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ് പറഞ്ഞു കൊടുത്തത് ഇന്ന് 2000-ൽ പരം ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ് കേവലം 3 കൊല്ലം കൊണ്ട്. ആ ഒരൊറ്റ കുട്ടി കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടി. 3 മാസം, ഞാൻ പറയാം 3 മാസം ഉപയോഗിക്കാനാവുന്നത്. 2ാമത്തെ മാസം തന്നെ പീരീഡ്സ് പെയിന് കുറഞ്ഞു, അതിൽ ഓർ ബ്ലീഡിംഗ് ഇല്ല, ഡേറ്റ് കറക്റ്റായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ ആ കുട്ടി വളരെ ഹാപ്പി ആയിട്ട് അതിനെ കല്യാണപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളൂ. അവർ എത്രയോ ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് മാത്രമല്ല ആർസിമിൻ്റെ നിരവധി പ്രോഡക്റ്റുകൾ അവർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂട്രിചാർജ് വുമൺ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കുറഞ്ഞിട്ട് പലരും ക്ഷീണം പ്രശ്നങ്ങളായിട്ട് ഇരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു 3 മാസം ഉപയോഗം കൊണ്ട് ഹീമോഗ്ലോബിൻ ലെവൽ കറക്റ്റ് എത്രയാണോ വേണ്ടത് അതിലേക്ക് എത്തിക്കുന്നതാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. ഇതും ഒരു ഗ്ലാസ് ചായ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പൈസ വരുന്നത്. കെമിക്കലില്ല, ഒരുതരം വിഷമില്ല, 100% ഇലകളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും പഴങ്ങളിൽ നിന്നും എടുക്കുന്ന സത്താണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഈ ബുക്ക് മാത്രമല്ല, ന്യൂട്രിചാർജ് വുമൺ എന്ന് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജ് വേണോ അടിച്ചു കൊടുത്താൽ അതിൻ്റെ വീഡിയോസ് നിറയെ വരുന്നുണ്ടാവും. ഡോക്ടേഴ്സ് വരെ സംസാരിക്കുന്നുണ്ട് ഇതിനെ പറ്റി. ക്വാളിറ്റി കിഡ്സ്, കുട്ടികൾക്ക് ഉണ്ടാകുന്ന അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, അവരുടെ ചില കുട്ടികൾ വളരെ വയലൻ്റ് ആയിരിക്കും, അത് നമുക്ക് നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികളുണ്ട്, അവരെ കുറേ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്കുണ്ട്, ന്യൂട്രിചാർജ് കിഡ്സ്, കുട്ടികളുടെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാം. ഇൻഹേലർ എടുക്കുന്ന ആളുകൾ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ RCM ഷോപ്പിലേക്ക് കയറ്റുക. ഈ ഷോപ്പിൽ നിന്നല്ല, ഏത് RCM ഷോപ്പിലേക്ക് കയറ്റിയിട്ട് ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. മാക്സിമം പോയ 6 മാസം കൊണ്ട്, ഒരു പ്രായമുള്ള ആളുകൾക്ക് ആണെങ്കിൽ 2 നേരം കഴിക്കണം. 6 മാസം കൊണ്ട് എത്ര വർഷം പഴക്കമുള്ള ഇൻഹേലർ ആയാലും ശരി, ഉപയോഗിച്ചിട്ടുള്ള ആളാണെങ്കിലും ശരി, അത് കറക്റ്റായിട്ട് അവരെ ആ ഇൻഹേലറിന് അവരെ മോചിതനാക്കിയിട്ടുണ്ടാവും. 83 വയസ്സുള്ള ഒരാൾ കോഴിക്കോട് ഷോപ്പിൽ വന്നിട്ട്, സുജിസാറിൻ്റെ ഷോപ്പിൽ വന്നിട്ട്, അയാൾ കഴിഞ്ഞ 38 കൊല്ലമായിട്ട് ഇൻഹേലർ എടുക്കുന്നുണ്ട്. ശ്വാസകോശം കംപ്ലീറ്റ് തകർന്ന് തരിപ്പണയ്ക്ക് എടുക്കുന്നത്. ആ മനുഷ്യൻ വെറും 3 മാസം ഉപയോഗം കൊണ്ടാണ്, അയാളും ഭാര്യയും കൂടാണ് ആ ഷോപ്പിൽ കയറി വന്നത്. ഞാൻ ഒരു ദിവസം വൈകുന്നേരം അവിടെ, വെറും 3 മാസം ഇത്രയും വർഷമുള്ള ഇൻഹേലർ ഉപയോഗിച്ച ആൾ അത് ഒഴിവാക്കി എന്നുള്ളതാണ്. ന്യൂട്രിചാർജ് കിഡ്സ്. അലർജിയുള്ള കുട്ടികൾ എന്നല്ല, നമുക്ക് എല്ലാവർക്കും ഇത് പറ്റും. 2 തരം ഫ്ലേവറാണ്. ചോക്ലേറ്റ്, ബെൽജിയം ചോക്ലേറ്റ് ആണ്. അൽഫോൻസ മാംഗോ, പച്ച മാങ്ങേൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഇതിലുണ്ട്. ഇതിൽ കിടാർനെല്ലി, മുന്തി, ഇരട്ടിമധുരം, ചിറ്റമൃത്, അയമോദകം, ഇഞ്ചി, തുളസി, കുരുമുളക്, പരിക്കൂർക്ക, കറുവപ്പട്ട, ഇത്രയും സാധനങ്ങളും. പിന്നെ അവർ കുറച്ച് കാര്യങ്ങൾ പുറത്ത് പറയില്ല, അത് നമുക്ക് ലാബ് കൊണ്ടയച്ച് ചിലപ്പോൾ അവർ പറഞ്ഞുതരും. പക്ഷേ കമ്പനി അത് പുറത്തേക്ക് വിടില്ല, അത്രയും സേഫായിട്ട് വെച്ചതാണ്. എന്തായാലും ഇത്രയും ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കുട്ടികൾക്കുള്ള, ഏത് കുട്ടിക്കും വാങ്ങിച്ചു കൊടുക്കാവുന്ന DHA കുട്ടീൻ്റെ ബുദ്ധി കൂട്ടും. ഒരു ട്യൂഷൻ സെൻ്ററിലും അയക്കേണ്ടതാണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചിങ് എറണാകുളത്ത് വെച്ച് നടന്നപ്പം ഡോക്ടേഴ്സ് വരെ പങ്കെടുത്ത് ആ ഇതിൽ ഒരു ട്യൂഷൻ സെൻ്ററിലും കുട്ടീനെ അയക്കേണ്ടി വരില്ല, നിങ്ങളിത് കൊടുത്തു തുടങ്ങുമോ. 2 വയസ്സ് മുതൽക്ക് എന്നാണ് പറഞ്ഞത്. എൻ്റെ മകളെ കുട്ടിക്ക് ഞാൻ 1.5 വയസ്സ് മുതൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അവൻ 5 വയസ്സായി. ദുബായ് മാരത്തോൺ 5 കിലോമീറ്റർ 3 പ്രാവശ്യം അവൻ ഓടി. നടന്നിട്ടും ഓടിയിട്ടും 5 കിലോമീറ്റർ അവൻ ഫിനിഷ് ചെയ്തു, എവിടെ ഇരിക്കാതെ. അവൻ്റെ അച്ഛനും അമ്മയും ഇടയ്ക്കൊക്കെ നിരിക്കാൻ നോക്കും, പക്ഷെ അവൻ പിടിച്ചു വരികയും. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഈ പ്രോഡക്റ്റ് 1.5 വയസ്സ് മുതൽക്കാണ് ഉപയോഗിക്കുന്നുണ്ട്. ന്യൂട്രിചാർജ് കിഡ്സ്. ന്യൂട്രിചാർജ് BJ, ബോൺ ആൻഡ് ജോയിൻറ്റ്. എല്ല് തേയ്മാനം. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിയ ബോർഡ് കണ്ടിട്ടുണ്ടാവും അല്ലേ? തേയ്മാനത്തിന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആളുകളോടൊന്നും ചോദിച്ചു നോക്കുക അതിന് ശേഷമുള്ള അനുഭവങ്ങൾ. 1-2 കൊല്ലത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, കുറച്ച് അത് കഴിഞ്ഞിട്ടൊന്ന് ചോദിച്ചു നോക്കുക എന്തൊക്കെയാണ് നിങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെയാണ് 2 മുട്ടും മാറ്റിവെക്കാൻ നിർബന്ധിതനായിട്ടുള്ള യേശുദാസൻ എന്നൊരു വ്യക്തി. പാട്ടുകാരൻ യേശുദാസനെ ഓർത്താൽ മതി. കൊല്ലത്തുകാരനാണ്, കനറ ബാങ്കിൻ്റെ മാനേജറായിരുന്നു. 70-ാം വയസ്സിൽ മകൾ ഡോക്ടറാണ്, MBBS MD ഡോക്ടറാണ്. മകളുടെ ഹസ്ബൻഡ് MBBS MD ഡോക്ടറാണ്.
അവർ പറഞ്ഞു അച്ഛ ഓപ്പറേഷൻ നടത്തിക്കോളൂ, പൈസ പ്രശ്നമാക്കണ്ട. പൈസ അയാൾക്കും പ്രശ്നമല്ല, കോടികളുണ്ട് കയ്യിൽ. പക്ഷേ അയാൾക്ക് ഓപ്പറേഷൻ പേടിയാണ്. പേടിക്കാൻ കാരണം അയാൾ അച്ഛനെ പൈൽസ് ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം അയാൾ ബെറ്റിൽ എഴുതിയിട്ടില്ല. അതാണ് പേടിക്കാൻ കാരണം. കാൽമുട്ട് രണ്ടും മാറ്റിവെക്കാൻ ഡേറ്റ് കൊടുത്ത ആ വ്യക്തി 3 മാസത്തെ ന്യൂട്രിചാർജ് BJ എന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്, ക്ലിനിക്കലി പ്രൂവൺ പ്രോഡക്റ്റ് ഉപയോഗിച്ചിരുന്ന ആള് ആ സന്തോഷത്തിൽ എല്ല് പ്രശ്നം മാറി. ഒരു അപ്സ്റ്റെയറിലാണ് RCM ഷോപ്പ് കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തത്, കൊല്ലം ജില്ലയിൽ. താഴെ റൂം കിട്ടിയിട്ടല്ല. എനിക്ക് കാൽമുട്ടിന് പ്രശ്നമില്ല, ഞാൻ എൻ്റെ എല്ലൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്, ഹെൽത്തി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഒന്നാം നിലയിൽ RCMൻ്റെ ഷോപ്പ് ഇട്ടിട്ട് അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ താഴോട്ട് മാറ്റിയോ? നമ്മൾ സാറ് കണ്ടതാണ് നേരിട്ട് പോയിട്ട്. യേശുദാസൻ, കൊല്ലം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പൈസ പോകുന്നത് മാത്രമല്ല, 6-7 ലക്ഷം റുപ്യാണ് 2 കാൽമുട്ടൊന്ന് മാറ്റി വെക്കണമെങ്കിൽ. താമരശ്ശേരി ഒരു ലേഡി ഉണ്ട്, എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, പറഞ്ഞാൽ കേൾക്കില്ല. രാധ എന്നാണ് ഒരു പേര്. എന്നെ പേര് പറഞ്ഞെനിക്ക് തടസ്സമൊന്നുമില്ല. മക്കൾ അമേരിക്കയിലാണ്, എന്ത് പറഞ്ഞാലും ഒട്ടനെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഓപ്പറേഷൻ. മുട്ടുവേദന പറയുമ്പോഴേക്ക് മക്കളെ പൈസ അയച്ചു കൊടുത്ത് ഓപ്പറേഷൻ നടത്തി 2 മുട്ടും. ഇന്ന് കരയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. BJക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അതാണ് അവസ്ഥ. നേരെ മറിച്ച് അത് നേരത്തെ അവർ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ മാക്സിമം 6 മാസം മതി എല്ല് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും. മുട്ട് മാത്രമല്ല, എല്ലിൻ്റെ ഡെൻസിറ്റി പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ലോകത്ത് തന്നെ മരുന്നല്ലാത്ത ഒരു സംഭവം RCMൽ അല്ലാണ്ട് വേറെ എവിടെ ഇല്ല എന്നുള്ളതാണ്. ഗ്ലൈസം പ്രോഡക്റ്റ്, ഷുഗർ സംബന്ധമായ അസുഖം. 10 പേരെ തടഞ്ഞു നിർത്തിയാൽ 8 പേരും ഷുഗർ പേഷ്യൻസ് ആയിരിക്കും. ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ വരെ നമ്മൾ നോർമൽ സ്റ്റേജിലേക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എത്തിക്കാൻ പറ്റും. SNF, അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ഫാറ്റ്. വണ്ണം പ്രശ്നമില്ല, പക്ഷെ ഉള്ളിലിരിക്കുന്ന വിസറൽ ഫാറ്റ്, കൊഴുപ്പ്, ആ അവയവത്തിന് ചുറ്റും അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പാണ് പല പ്രശ്നവും ഉണ്ടാക്കുന്നത്. അതിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സ്ലിം ആൻഡ് ഫിറ്റ് 3 മാസം കൊണ്ട് റിസൾട്ട് കിട്ടിയവരുണ്ട്, 6 മാസം കൊണ്ട് കിട്ടിയവരുണ്ട്, 1 കൊല്ലം കൊണ്ട് കിട്ടിയവരുണ്ട്. അതിലപ്പുറം കൊണ്ട് പോവില്ല. മാക്സിമം ഒരു കൊല്ലം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ഫാറ്റ് ഉണ്ടെങ്കിലും നോർമൽ സ്റ്റേജിലേക്ക് എത്തും. ഇതൊക്കെ ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. റെഫ്രഷർ, ഞാൻ ഇന്ന് രാവിലെ ഒരു റെഫ്രഷർ കഴിച്ചു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനും അമൃതസാറും കൂടി ഓരോന്ന് എടുത്ത് പിന്നെ കഴിച്ചു. സയ്യമായിട്ടൊന്ന് ഗിഫ്റ്റും കൊടുത്തു. സുഖമായിട്ട് ഞങ്ങൾ കഴിച്ചു. ഒരു 3 മണിക്കൂറായിരുന്നെങ്കിൽ ഒരു വിഷമമില്ല, ഒന്നുമില്ല. ഇന്ന് 7 മണിക്ക് തുടങ്ങിയതാണ് എൻ്റെ ഈ യാത്ര. ഓമശ്ശേരിക്കടുത്ത് ഒരു ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം. 7 മണിക്ക് വീട്ടിൽ നിന്ന് കാറെടുത്ത് പോയി. 8 മണിക്ക് അവിടെ അവർക്ക് ടൈം ഇതൊക്കെ ഉണ്ട്, ആ ടൈമൊക്കെ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ 8 മണിക്ക് ഡിസ്പ്ലേ ഉദ്ഘാടനം. 1.5 മണിക്കൂർ അവിടെ ക്ലാസ് കൊടുത്തു. കഴിഞ്ഞ് കുന്നമംഗലത്ത് നിന്ന് കുറച്ച് സംസാരിച്ചു. ഇപ്പോൾ വീണ്ടും സംസാരിക്കുന്നു. ഒരു ക്ഷീണം, ഒരു പ്രശ്നവുമില്ല. എന്താ കാരണം? RCM പ്രോഡക്റ്റുകളും ഇത്തരം നല്ല നല്ല പ്രോഡക്റ്റുകൾ. ഉറുമാമ്പഴത്തിൻ്റെ സത്താണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഒരു സാധനം ഉണ്ട്, എന്താ, റെഡ് ബുൾ. നോൺ വെജിറ്റേറിയൻ ആണ് ആ സാധനം. നമുക്ക് വെജിറ്റേറിയൻ പ്രോഡക്ട്സ് മാത്രമേ RCMലുള്ളൂ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെജിറ്റേറിയൻ ആണ്. മരുന്നുകൾ നമുക്കില്ല. ഈ എനർജി ഡ്രിങ്ക്, മുമ്പ് എനർജി ഡ്രിങ്ക് ആയിരുന്നു, ഇപ്പോൾ റെഫ്രഷർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ സാധനം ഉറുമാമ്പഴവും ചുവന്ന മുന്തിരി, മരുന്നടിക്കാത്ത ചുവന്ന മുന്തിരി, ഇതും പിന്നെ ഇതിലേക്ക് എനർജി ബൂസ്റ്ററായിട്ട് വരുന്ന സാധനം ടോറിൻ എന്നൊരു സാധനമാണ്. ആ ടോറിൻ എടുക്കുന്നത് വത്തക്കേൻ്റെ ചുവന്ന ഭാഗം നമ്മൾ വാങ്ങിയിട്ട് കഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പശുവുള്ള വീടാണെങ്കിൽ പശുവിന് കൊടുക്കും ബാക്കി, ഇല്ലെങ്കിൽ അത് വേസ്റ്റിലേക്ക് ഇടും. ആ ടോറിൻ എവിടെ നിന്ന് എടുക്കുന്ന അറിയെങ്കിൽ വത്തക്കേൻ്റെ വെള്ള ഭാഗത്തു നിന്നാണ്. ആ വെള്ള ഭാഗം ഉപ്പേരി വെച്ച് കഴിക്കുന്നവരുണ്ടോ? എൻ്റെ നാട്ടിൽ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. RCMൻ്റെ ക്ലാസ് കേട്ട് തുടങ്ങിയതാണ്. പിന്നെ ഒരു യൂട്യൂബിലൊക്കെ അതിൽ ഗൂഗിളിലൊക്കെ സെർച്ച് നോക്കുമ്പോൾ വത്തക്കേൻ്റെ വെള്ള ഭാഗത്താണ് ശരിക്കും അതിൻ്റെ എനർജി ബൂസ്റ്റർ ടോറിൻ ഇരിക്കുന്നത് മനസ്സിലായി. ആ ടോറിൻ നമുക്ക് വത്തക്കേൻ്റെ വെള്ള ഭാഗത്ത് എടുത്തിട്ട് ഇതൊന്ന് നിങ്ങൾ കഴിച്ചു നോക്കൂ. ഓവറായിട്ട് ഷുഗറുള്ളവരൊന്നും കഴിക്കേണ്ട, അല്ലാത്തവർക്കൊക്കെ കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു മിഠായിയും വന്നിട്ടുണ്ട്, ജോയ് ബൈറ്റ്സ്. ഇവിടെ കിട്ടാനില്ല, പല ഷോപ്പുകളിൽ കിട്ടാനില്ല. ആ സാധനം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നേരം ഭക്ഷണം വരെ നമുക്ക് വേണ്ടെന്ന് പറയാം. എന്തൊക്കെയാണുള്ളത്? നട്ട്സും ഫ്രൂട്ട്സും ശർക്കരയും തേനും എല്ലാ സാധനങ്ങളും ഉള്ളത്. ശരീരത്തിന് ദോഷമുള്ള ഒരു സാധനം ഇല്ല. മിഠായി അതൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഈ എന്താണ്, കേസർ പിസ്ത, കുങ്കുമം പിസ്തയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോട്ടീൻ പൗഡർ. ന്യൂട്രിചാർജ് വ്യൂ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ കുട്ടികൾക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുക. കാരണം കുട്ടികൾക്ക് മൊബൈലോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം അവരെ പഠനം വരെ അങ്ങനെ ആയിക്കഴിഞ്ഞു. പക്ഷേ എല്ലാവരും കണ്ണടയിലേക്ക് നീങ്ങുകയാണ്. അമിതവണ്ണം, ഇതാണ് ഇനി വരാൻ പോണ വലിയൊരു ഡിസീസ്. കാരണം ഇരുത്തം തന്നെ. അവിടെ ഇതും കൂടെ ഇല്ലെങ്കിലോ, കാഴ്ചയും കൂടെ ഇല്ലെങ്കിലോ. കോഴിക്കോട് മുണ്ടിക്കൽ താഴം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ആർക്കറിയോ? കേട്ടുണ്ടോ? മുണ്ടിക്കൽ താഴം. അവിടെ ജിഷ്ണു എന്നൊരു പയ്യനുണ്ട്.
പയ്യൻ മീൻസ് 24 വയസ്സായിട്ടുണ്ട്. 9 കൊല്ലമായിട്ട് കോംട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 9 കൊല്ലം. 4 കൊല്ലം മുമ്പ് 9 കൊല്ലമായിട്ട് കോംട്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. അങ്ങനെ ഗ്ലാസ് മാറ്റി അവസാനം അവർ പറഞ്ഞു ഓപ്പറേഷൻ, 2 കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം. ആ കണ്ണട ഊരി കഴിഞ്ഞാൽ അവന് 1 മീറ്റർ ദൂരെ പോലും ഒന്നും കാണാൻ പറ്റില്ല. അവൻ്റെ അച്ഛൻ RCM ഷോപ്പ് നടത്തുന്നുണ്ട് മുണ്ടിക്കത്താഴത്ത്, CWRT റോഡിൽ റൈറ്റ് സൈഡായിട്ട് അവിടുന്ന് വരുമ്പോൾ. അപ്പോഴാണ് അച്ഛന് ബോധോദയം വന്നത്. ഞാനിത് നാട്ടുകാർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്, എൻ്റെ മോന് കൊടുത്തു നോക്കിയിട്ടില്ലല്ലോ എന്ന് കൊടുക്കാൻ തുടങ്ങി. 9 കൊല്ലം കോംട്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെടുത്തെത്തിയപ്പം അച്ഛന് ബോധോദയം വന്നു, കൊടുത്തു. 3 മാസം കൊണ്ട് ന്യൂട്രിചാർജ് വ്യൂ എന്നൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇന്ന് 4 കൊല്ലമായിരിക്കുന്നു അവൻ കണ്ണട ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് മുണ്ടിക്കത്താഴം ഷോപ്പിൽ കയറി നിങ്ങൾ ചോദിച്ചാൽ മതി ജിഷ്ണു ആരാണ് ഇവിടെ ഉണ്ടോയെന്ന്. ഉച്ചവരെ അവനവിടെ ഉണ്ടാവുക ഷോപ്പിൽ, ഉച്ചയ്ക്ക് ശേഷം അവൻ്റെ അച്ഛനും ഉണ്ടാവുക, ചിലപ്പോൾ അവനുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചെറിയ കുട്ടികൾക്ക് കൊടുക്കരുത്, ചെറിയ കുറച്ച് മുതിർന്ന കുട്ടികളാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം. അതിനെപ്പറ്റി സുരേഷ് സാറിൻ്റെ ക്ലാസ്സിനെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഡോക്ടർ കപിൽ കപൂർ സാറുണ്ട്, അദ്ദേഹം വ്യക്തമായിട്ട് അതിനെപ്പറ്റി എന്താ കാരണം കൂടെ പറയുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് റീഡിങ്ങിന് ഗ്ലാസ് വേണ്ടിയിരുന്നു, ഇന്ന് ഞാൻ ഗ്ലാസ് റീഡിങ്ങിനൊന്നും ഉപയോഗിക്കുന്നില്ല. പലപ്പോഴും മൊബൈലൊക്കെ തുടർച്ചയായി നോക്കുന്ന സമയത്ത് ആ ഗ്ലാസ് ഒന്ന് എടുത്ത് വയ്ക്കുന്നു മാത്രം, പവർ ഗ്ലാസ് അല്ലത്. ആ ലെവലിലേക്ക് മാറ്റി തന്നത് ന്യൂട്രിചാർജ് വ്യൂ എന്നൊരു പ്രോഡക്റ്റ്. 100% വെജിറ്റേറിയൻ ഗെയിനർ. എന്ത് കഴിച്ചാലും അങ്ങനെ ഒരു കോല് പോലെ ഇരിക്കുന്ന ആളുകളുണ്ട്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, പക്ഷേ ഒരു തടിയൊന്നുമില്ല, കണ്ടാൽ ഉണങ്ങി ഇങ്ങനെ ഉണ്ടാവും അല്ലേ, കൊമ്പ് പോലെ ഉണ്ടാവും. നമുക്ക് ഈ ഗെയിനർ എന്ന സാധനം കൊടുക്കാം. ഒരു 3-4 മാസം കൊണ്ട് റിസൾട്ട് വരാൻ തുടങ്ങും. പ്രോട്ടീൻ പൗഡറും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. അതിൽ വിറ്റാമിൻ ടാബ്ലറ്റ്സ് വാങ്ങിക്കുക. ഇവിടെ തന്നെ ഉണ്ട്, പുറത്തുനിന്നല്ല, മെഡിക്കൽ ഷോപ്പിൽ നിന്നല്ല, നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള വിറ്റാമിൻ ടാബ്ലറ്റ്സ് വാങ്ങിച്ചു കൊടുത്താൽ റിസൾട്ട് കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മാൻ ടാബ്ലറ്റ് 14 വയസ്സിൻ്റെ മേലെയാണെങ്കിൽ മാൻ കൊടുക്കുക. സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ന്യൂട്രിചാർജ് വുമണും കൂടെ അതിന് കൂടെ കൊടുക്കുക. ഏറ്റവും കൂടുതൽ കള്ളുകൂടിയന്മാരുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ ബീഹാറായിരുന്നു. ഇന്ന് ആ സ്ഥാനം നമ്മളെ ഗുഡ് നല്ലൊരു കൈയ്യടി ഇവിടെ കൊടുക്കും കേട്ടോ. അദ്ദേഹത്തിന് അതിന് വേണ്ടി നല്ല ബോധമുണ്ട്. ജ്യോതിഷ് സാറേ, ഓക്കെ. കേരളമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിയന്മാരുള്ളൊരു ജില്ല ഉണ്ട്. അതേതറിയാം എനിക്ക്? തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാരുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് സാറ് പറഞ്ഞ പേര്. ആ പേരങ്ങനെ എങ്ങനെയാ വന്നെന്ന് അറിയില്ല. ചാലക്കുടി, കുടിന്ന് പേരയിൽ വന്നിട്ടുണ്ട് അല്ലേ, ചാലക്കുടി. 1 കൊല്ലം മാത്രമേ അത് വേറെ സ്ഥലത്തേ മാറിപ്പോയുള്ളൂ. പക്ഷെ എന്നാലും തൃശ്ശൂർ ജില്ല വിട്ടുകൊടുത്തില്ല. ഒരിനാണ് ഫസ്റ്റിലെ. ഞാൻ അതെടുത്ത് പറഞ്ഞത് എന്തിനാ അറിയോ? മദ്യത്തിന് കുറ്റം പറഞ്ഞല്ല, മദ്യം കരളിനെ തകർക്കും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു സാധനമാണ് ആര്? നമ്മളെല്ലാവരും പേടിക്കുന്ന ആരെയാ? ഹാർട്ടിനെ അല്ലേ. ഹാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ലിവർ, നിങ്ങൾക്കറിയോ 500-ൽ പരം ഫങ്ഷനാണ് ഒരു ലിവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം സഹിക്കുന്നത് ആ സാധന. അത് അതിൻ്റെ കൂടെയാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. ഈ ലിവർ 90% ഡാമേജ് ആയാലും കാര്യമായിട്ട് ആരും അറിയാൻ പോകില്ല. അതിന് ശേഷമാണ് അത് ലക്ഷണങ്ങൾ വരിക. അതോടുകൂടി സംഭവം പ്രശ്നമായിട്ടുണ്ടാവും. പിന്നെ അത് മാറ്റിക്കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് മദ്യപാനം മാത്രമല്ല, പുകവലി, അമിതമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പം ആയുർവേദ ഹോമിയോ മെഡിസിൻ പോലും, അതുപോലും തുടർച്ചയായിട്ട് കഴിക്കുന്നവർക്ക് പോലും ലിവറിന് സംഭവം എന്താ? കാരണം അതിൽ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഈ ലിവറിന് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, പുറത്തുനിന്നുള്ള കുപ്പിവെള്ളം, അവിടെയാണ് നമുക്ക് അതിനെ രക്ഷപ്പെടുത്താനായിട്ട് ബയോ ഏജ് എന്നൊരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗട്ട് ഹെൽത്ത്. നമ്മളെ ഗട്ടിൻ്റെ ഇത് പറഞ്ഞാൽ ഇവിടെ മുതൽക്ക് മലദ്വാരം വരെയുള്ള എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യുന്നൊരു സാധനം കൂടിയാണിത്. ഇത് കമ്പനി എന്ന് പറഞ്ഞത് നിങ്ങളൊരു 3-4 മാസം തുടർച്ചയായി ഉപയോഗിക്കുക. ഒരു ബോക്സ് 1 മാസത്തേക്കാണ് അത് ഉപയോഗിക്കുക. രാത്രി കിടക്കുമ്പോൾ ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളിത് കഴിക്കുക. എന്നിട്ട് 3-4 മാസം തുടർച്ചയായി കഴിക്കുക. നിങ്ങളെ വയറിൻ്റെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇതെല്ലാം അത് പരിഹരിക്കും. നിങ്ങളെ ലിവറിൻ്റെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടാണ് വന്നിരുന്നത്. ഇപ്പം അത് എല്ലാം തുടർച്ചയായിട്ട് കഴിച്ചാലും ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ. ഇല്ലെങ്കിൽ അല്ലാത്തവർക്ക് കൊല്ലത്തിൽ പിന്നെ 1 മാസം അവർ കഴിച്ചാൽ മതി. അവരെ ലിവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബയോ ഏജ്. അതിലുപരി നിങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? ആരും വയസ്സ് പറയണ്ട. പക്ഷേ ഇതിലൊരു ബോഡി സ്കാനർ ഉണ്ട്. ജർമ്മൻ ടെക്നോളജിയാണ്, സെൻസർ രീതിയിൽ പ്രവർത്തിക്കും.
കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തന്നെ അതൊക്കെ വരും, അതിൻ്റെ ആ ബോഡി സ്കാനിങ് സൗകര്യങ്ങളൊക്കെ ഇവിടെ വരും. അതിലൊന്ന് കയറി നിന്നാൽ, ഒരു 30 വയസ്സുള്ള ഒരാൾ കയറി നിന്നാൽ ഒരു പക്ഷേ അതിൽ കാണിക്കും 40 ആയിരിക്കും വയസ്സ്. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? ആ ബോഡി 40 എത്തിയിട്ടുണ്ട്, പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം 30 ആയിട്ടേ ഉള്ളൂ. അയാളുടെ ദോഷം തന്നെ. അയാൾ ദോഷം മീൻസ് അയാൾ കാണിച്ചു കൂട്ടിയ കുഴപ്പം തന്നെയാണത്. അയാൾ കഴിച്ച ആഹാരം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെ റിവേഴ്സ് ചെയ്തിട്ട് ആ 30 വയസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധനം കൂടിയാണ് ഈ വയോയിക് എന്ന സാധനം. ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കഴിച്ചോളൂ. നിങ്ങൾ 30 വയസ്സാണോ 30 വയസ്സിലുണ്ടാവും, 40 ആണോ 40 ഇനി ഒന്നുകൂടെ കുറയ്ക്കണോ ചിലപ്പോൾ അതും സംഭവിക്കും. ബയോവൈച്ച് എന്നൊരു പ്രോഡക്റ്റ് സൂപ്പർ. നിങ്ങൾക്ക് വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ബുക്ക് വാങ്ങാം, അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കയറി പഠിക്കുക. ഒരു ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റിന് പോയാൽ ഗൈനക്കോളജിസ്റ്റിന് ഒരു എരേനെ കിട്ടി, 8-9 മാസത്തേക്ക് ഒരു നല്ലൊരു എരേനെ കിട്ടി അല്ലേ? അങ്ങനെയല്ലേ? എൻ്റെ ഫാമിലിയിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒച്ചയ്ക്ക് പറയാൻ കാരണം. ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് എൻ്റെ കുടുംബത്തിൽ, MBBS MD ഡോക്ടേഴ്സ് ഇവരടക്കം 9 പേരുണ്ട്. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളത്. ഒരു നല്ലൊരു, ഞാൻ പച്ചയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു എരേനെ കിട്ടിയെന്ന് ഒരു എരേനെ കിട്ടിയെന്ന് ചോദിക്കലുണ്ട് അതിനോട്. അന്ന് കിട്ടിയെന്ന് പറയും. അങ്ങനെ ആ എരേനെ കിട്ടി അതിന് കൊണ്ടുപോയിട്ടും ഇന്ന് ഏതൊക്കെ കമ്പനിയുടെ മരുന്നുകളുണ്ടോ അതൊക്കെ കൊടുപ്പിച്ച് ഒരു ഗർഭിണി ഒരു ഗൈനക്കോളജിസ്റ്റിന് ആദ്യം എന്താ പറയുക? ഗൈനക്കോളജിസ്റ്റ് അനങ്ങി പോകരുത് അല്ലേ? പ്രശ്നമാണ്. നിങ്ങൾ മുമ്പത്തെ കാലഘട്ടം പഴയ ആളുകളോട് ചോദിച്ചറിയാൻ പറ്റും. ശരിക്കും പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിലെ പ്രോസസ്സാണ്, ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, രോഗമല്ല. പക്ഷെ ഇവരത് രോഗമാക്കി മാറ്റി. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് അങ്ങ് തുടങ്ങി. വേണ്ടാത്ത മരുന്നുകൾ. നിങ്ങൾക്കറിയോ, ഒരു ഗർഭിണി, എൻ്റെ നാട്ടിലൊരു ഗർഭിണി അടുത്ത കാലത്ത് ഷുഗർ എന്ന സാധനം കുടുംബത്തിലില്ല, പക്ഷേ അത് ഗർഭമൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് ഇപ്പം പൂർണ്ണമായിട്ടും ഷുഗർ പേഷ്യൻ്റാണ്. അവർ കഴിച്ചിരിക്കുന്ന മരുന്നുകളതിൻ്റെ കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ അവർ നമ്മളെ ഈ പ്രോഡക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ഗർഭിണി ആയിക്കഴിഞ്ഞാൽ DHA 200 സ്ട്രോബെറി പ്രോട്ടീൻ പൗഡറും ന്യൂട്രിചാർജ് വുമണും വെജ് ഒമേഗയും കൊടുത്താൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഗ്യാരണ്ടി തരാൻ കാരണം 9 പേര് അങ്ങനെ നോർമൽ ഡെലിവറി ആയിട്ട് പുറത്തു വന്നത് എൻ്റെ ടീമിലുണ്ട്. ഞാൻ അറിയുന്ന കേസ്. ഡോക്ടർ എഴുതിയ മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ ഒന്നുപോലും വാങ്ങിച്ചിട്ടില്ല മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. ഡോക്ടർ എന്തായാലും സിസേറിയൻ വേണം, 3-4 ആളുകളെ ബ്ലഡൊക്കെ കൊടുക്കാൻ ഏർപ്പാടായിക്കോളൂ എന്ന് പറഞ്ഞു. ഡോക്ടറെ വൈകുന്നേരം പോയി, രാവിലെ ആയപ്പോഴേക്കും രാത്രി പ്രസവം നടന്നു. രാവിലെ വന്നപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കൊടുത്ത മരുന്നുകൾ പ്രകാരം ഇവർക്ക് സിസേറിയൻ നിർബന്ധമാണ്. എന്ത് സംഭവിച്ചു? ഡോക്ടറാകെ ടെൻഷനായി. കാരണം എന്താ? ഒരു സിസേറിയൻ നടത്തിയാൽ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ നഷ്ടപ്പെട്ടു. ഹസ്ബൻഡ് പറഞ്ഞു, മാഡം ഒന്നും വിചാരിക്കരുത്, മാഡം ഇത്രയും മാസങ്ങളായിട്ട് എഴുതുന്ന ഒരു മെഡിസിൻ പോലും എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തത് RSMൻ്റെ സ്ട്രോബെറി പ്രോട്ടീൻ പൗഡറും ന്യൂട്രിചാർജ് വുമണും വെജ് ഒമേഗയുമാണ്, DHA 200 പറഞ്ഞപ്പോൾ ശരി ഡിസ്ചാർജ് വാങ്ങി പോയിക്കോളൂ. പച്ചയ്ക്ക് പറയണ്ടോ? കുട്ടി ജനിച്ചതിന് ശേഷം ട്വിസ്റ്റ്, DHA ട്വിസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. DHA ട്വിസ്റ്റ് ഏത് ചെറിയ കുട്ടികളൊക്കെ അങ്ക്രി എന്നൊക്കെ പ്രസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ DHA ബ്രെയിനിൻ്റെ ഗ്രോത്തിനൊക്കെ പറ്റിയ പ്രോഡക്റ്റുകൾ. കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള സംഭവമാണ് ന്യൂട്രിചാർജ് S5. കരിഞ്ജീരകമാണ് ഇതിൻ്റെ കണ്ടന്റ്. കരിഞ്ജീരകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മരണമൊഴികെ എല്ലാത്തിനെയും തടയും എന്നുള്ളതാണ്. ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഒമേഗ ചെറിയ ജോയിൻറ്റ് പെയിനുകൾ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ, സ്കിന്നിൻ്റെ നാച്ചുറൽ കളർ എത്താൻ വെജ് ഒമേഗ. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ഒമേഗയേക്കാളും എത്രയോ പ്രൈസ് ലോ, പക്ഷേ ക്വാളിറ്റിയിൽ ഹൈ. വെജിറ്റേറിയൻ, 100% വെജിറ്റേറിയൻ. കറ്റാർവാഴ ജ്യൂസ്. കറ്റാർവാഴ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മുടിയിൽ വെളിച്ചെണ്ണ നീരർത്ത് മുടി തേക്കാനാണ് നോക്കുക. പക്ഷേ ഉള്ളോട്ട് കഴിച്ചാലുള്ള പ്രത്യേകത എനിക്ക് ഇപ്പോൾ വിവരിക്കാൻ സമയക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പ്രത്യേകത ഉണ്ട്. കല്ല്, സ്റ്റോണുകൾ, കിഡ്നി സ്റ്റോണും അതുപോലെ മറ്റുള്ള സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ ഗിലോയ് തുളസി എന്നൊരു സാധനമുണ്ട്. ഇതൊരു 3 മാസമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കല്ലുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും, കുറച്ചത് ഒഴിവായിട്ടുണ്ടാവും. ഓപ്പറേഷൻ പോലും മാറ്റിവെച്ച കേസുണ്ട് ഈ പ്രോഡക്റ്റ് വെച്ച്. സോപ്പ് അലർജിയുള്ള ആളുകളുണ്ട്. നമുക്ക് 100% ഇതെന്താണ് 100% വെയിറ്റഡാണ്. TFM 76 അധികം 76 സോപ്പുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിനേക്കാൾ പകുതി വിലയ്ക്ക് നമുക്ക് കിട്ടും. അലർജിയുള്ള ആളുകൾക്ക് പോലും നമ്മളെ സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. വെജിറ്റബിൾ ഓയിലാണ് ഇതിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാമ്പൂ ഉണ്ട്, അനാർദന ഗോലി, ഇതൊരു മിഠായിയാണ്. ഈ മിഠായി ഒരു 50 രൂപയ്ക്ക് 40 രൂപ 50 രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടും. ഇത് 2, 3, 4 കഴിച്ചിട്ട് ഒരു മാസം കൊണ്ട് ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടിയ ആൾക്കാരുണ്ട്. അനാർദന എന്ന് പറഞ്ഞാൽ ഉറുമാമ്പഴത്തിൻ്റെ സത്താണ് ഇതിലും ഉപയോഗിക്കുന്നത്. അതുപോലെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആര്യവൈദ്യശാലയാണ് ഏറ്റവും നല്ല ചവനപ്രാശം ഒരു കാലത്ത് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് അതും ഇതും കമ്പയർ നോക്കുമ്പോൾ ഏത് ലാബ് കൊണ്ടായാലും അതിനേക്കാൾ വിലക്കുറവിൽ നമുക്ക് ചെറുതേനിലും ചെറിയ നെല്ലിക്കയിലും ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ കുറച്ച് ശർക്കര ഉപയോഗിച്ചുള്ളൂ. ഇതിൽ മറ്റേതിൽ കൂടുതൽ ശർക്കരയായിരിക്കും.
പാനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചവനപ്രാശം നമുക്കുണ്ട്. ചവനപ്രാശത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അതിനറിയാൻ പറ്റും. ഒരുപാട് അവാർഡുകൾ ഇതിന് കിട്ടിയിട്ടുണ്ട്. കൃഷി സംബന്ധമായിട്ട് കൃഷിയുടെ ചെലവ് കുറയ്ക്കാം, വിളവ് കൂട്ടാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്രായേൽ ടെക്നോളജിയാണ്. അതിൽ നമുക്ക് ഏത് കൃഷിക്കാരനെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വ്യത്യസ്ത പ്രോഡക്റ്റുകളുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിൽ ഇത് ഏക്കർ കണക്കിൽ സ്ഥലത്തേക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബോക്സിന് ഏകദേശം 1000 എടുത്തിട്ട് അതിന് വില ഉള്ളൂ. ഒരു ബോക്സ്. ഒരു വളം തെങ്ങിന് ഉപയോഗിച്ചിട്ടില്ല, കഴുങ്ങിനും ഉപയോഗിച്ചിട്ടില്ല. ഇത് മാത്രമാണ് ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ എൻ്റെ വീട്ടിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങോട്ട് വരുന്നത്. രാവിലെ അവിടെ ഇറങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഒന്നുകൂടെ വിസ്തരിച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇത് കലക്കി ഒഴുക്കി തെങ്ങിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു. പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഒരു വേരിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് ആ വേര് കംപ്ലീറ്റ് അത് വലിച്ചെടുത്തുണ്ടാവും. നല്ല തോതിൽ അതിൻ്റെ ഒരു കായ പോലും കൊഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ചെറിയ ചെറിയ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് കൃഷി നടത്തുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ ഗാർഡൻ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. റിസൾട്ട് ഗംഭീരാണ്. അതുപോലെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് എന്നൊരു കാര്യമുണ്ട്. ഇതിൽ ആ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇതിൽ ചില്ലറ പൈസ കിട്ടുക, ചില്ലറയല്ല കേട്ടോ, എങ്ങനെയാണ് ഇതിൽ പൈസ കിട്ടുക, അത് ഒരു 10 മിനിറ്റ് നമുക്കിവിടെ അതിനെപ്പറ്റി ഇവിടെ വിശദമായിട്ട് പറയാൻ ഇവിടുത്തെ ഇന്ന് കേരളത്തിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ലീഡർ നിങ്ങളുടെ കൂടെ ഉണ്ട്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ലീഡറാണ്. കാരണം ഫാസ്റ്റസ്റ്റ് അച്ചീവറാണ്. ടെക്നിക്കൽ അച്ചീവർ എന്നുള്ള പോസ്റ്റിൽ മിനിമം 50,000 രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹം ഇവിടെ കിടന്നുറങ്ങിയാലും ആ പൈസയ്ക്ക് ഒരു കുറവുണ്ടാവില്ല. 1 മാസമല്ല 2 മാസം 6 മാസം ഇവിടെ കിടന്നുറങ്ങിയാലും ആ പൈസ മേലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അമൃതാൽ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് പൈസ വരിക എന്നുള്ളത് 10 മിനിറ്റ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ ഈ ബുക്ക് വാങ്ങിച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ബുക്ക് ദിവസവും ഞാൻ നോക്കുന്നുണ്ട്. എങ്ങനെ അറിയോ? ഈ പേജ് ജ്യോതി സാറേ, ഈ പേജ് എന്താ കാരണം മാഡം? ഈ പേജിൻ്റെ പ്രത്യേകത ഉണ്ട്. ലാസ്റ്റ് പേജ് എന്ന് പറയില്ല, ഇത് പുറത്തിട്ടുണ്ട്, എൻ്റെ ഇതുണ്ട്. ഈ പേജിൽ എന്താ പ്രത്യേകത വെച്ചാൽ ഇതിൽ നമുക്ക് വരുന്ന ഇൻകം ഇത് ഇവിടെ ചുരുങ്ങിയ ഇൻകം കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഓരോ പിൻ ലെവലുണ്ട്. ഈ പിൻ ലെവലിൽ ഏറ്റവും മിനിമം ഇൻകമാണ് ഇവിടെ കാണിച്ചത്. ഞാനിവിടെ നിൽക്കുന്നത് ഇതിനൊക്കെ വന്നിട്ട് എമറാൾഡ് എന്നൊരു പൊസിഷനിലാണ്. എമറാൾഡ്. ഈ എമറാൾഡിൻ്റെ മാസ വരുമാനം ആർക്കും കാണാൻ പറ്റുന്നുണ്ടോ? റൈറ്റ് സൈഡ്. നല്ല കാഴ്ചയുള്ള ആരാ? കാഴ്ച ഉണ്ടായിട്ട് പറയാ. ഇതെത്രയാ? 1 lakh എന്ന സൈജ് നമ്മുടെ പറഞ്ഞത് കറക്റ്റ് ആണോ? എമറാൾഡ് 1 lakh. 1,17,000 രൂപയായിരിക്കും മാസം കിട്ടിയത്. അപ്പോൾ ഇവിടെ കൊടുത്ത തെറ്റല്ലേ? ഇതുവരെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇവിടെ കൊടുത്ത ചിലപ്പോൾ മുഴുവൻ കിട്ടിക്കോണമെന്നില്ല, ചെറിയ കുറയും. ഇവിടുന്ന് ടെക്നിക്കൽ അച്ചീവർ ഇദ്ദേഹത്തിൻ്റെ ലെവലിലേക്ക് എത്തിക്കിട്ടിയാൽ പിന്നെ അത് ഇവിടെ കാണിച്ച എമൗണ്ട് അല്ല വരിക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാനിവിടെ ഇരുന്നിങ്ങനെ ജ്യോതി സാറിൻ്റെ വീട്ടിലൊക്കെ ഒരു മാസമൊക്കെ താമസിച്ച് എൻജോയ് ചെയ്ത് ഇവിടേക്ക് ഇങ്ങനെ ഓടിച്ചാടി കളിച്ചാലും 1,17 അടുത്ത മാസം 1,22 എത്തും മിനിമം. എവിടുന്ന് കിട്ടും ഈ സംഭവം? എത്രയും വേഗം നിങ്ങളൊക്കെ ഒരു എമറാൾഡുമാരാവുക, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. എത്രയും വേഗം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഓരോ മാസം 1 ലക്ഷം കിട്ടേണ്ടത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ RCM മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള അവസരം ഇവിടെ ഉണ്ട്. വലിയ നല്ലൊരു ഷോപ്പ് നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. പണം മുടക്കിയത് നമ്മൾ ആരുമല്ല. സുഖമായിട്ട് നമ്മളിവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. പ്രോഡക്റ്റ് ഇപ്പുറത്തുണ്ട്. ഓരോ ആളുകളല്ല, 1 or 2 എത്ര പേരാണ് നമുക്ക് ഇവിടേക്ക് ഷോപ്പിലേക്ക് കയറ്റി കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ചെറിയൊരു അറിവ് വേണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എത്ര ഇതിൽ ചെയ്യാണ്ടോ. അപ്പോൾ സൈത മാഡം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇദ്ദേഹത്തെ വിളിച്ചോളൂ, ഒരു 10 മിനിറ്റ് സംസാരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. JRCM. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു കയ്യടി. എത്ര നല്ലൊരു എന്താണ് RCM എന്നുള്ളതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാർ എല്ലാ ഭാഗവും കവർ ചെയ്തു. എല്ലാ എന്താ പറയുക, കീസോൾ മാത്രമേ സാർ അധികം പറയാനേ ഉള്ളൂ. കാരണം കീസോളിൽ കോസ്മെറ്റിക്സ് ആണ്. ഇതിനകത്തുള്ളത് അധികം പറയേണ്ട ആവശ്യമില്ല. ഇന്നർവേഴ്സ് ഒക്കെ ഉള്ളത് ബാക്കി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ബാക്കി എല്ലാ സെക്ഷനും പെയിന്റ് സാറ് പറഞ്ഞല്ലോ സാർ, എല്ലാ സെഗ്മെന്റും സാർ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ഷൂ അങ്ങനെ കാര്യം കുറെ സ്റ്റേഷനറി ഐറ്റംസ്, ബുക്സ്, ബാഗ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക്. ഏതായാലും ഇത്രയും നല്ല ഒരു ക്ലാസ് വന്നതിന് സാർ പ്രത്യേകം നന്ദി പറയുകയാണ്. നമുക്ക് ഇതിന്റെ അടുത്ത എങ്ങനെയാണ് നമ്മുടെ പോക്കറ്റിലേക്ക് എത്താന്നുള്ളത് അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. നമ്മളുടെ നമ്മളെ അമൃത സാറിനെ വിളിക്കുന്നു. സാർ പ്ലീസ്.